നമുക്കിനി ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് മുംബൈ ഫൈവ്സ് ക്ലബ്. മുംബൈ ഫൈവ്സ് ക്ലബിന്റെ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ തന്നിരിക്കുന്ന ഐറ്റത്തിൽ ഏതൊക്കെയാണ് റിസീപ്റ്റ്, ഏതൊക്കെയാണ് പേയ്മെന്റ് എന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. ഇതിൽ ഏതൊക്കെയാണ് റിസീപ്റ്റ്, ഏതൊക്കെയാണ് പേയ്മെന്റ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം റിസീപ്റ്റുകളെല്ലാം ഒരു സൈഡും പേയ്മെന്റുകളെല്ലാം ഒരു സൈഡും എഴുതിയാൽ മതി. അപ്പോൾ ഈ അക്കൗണ്ടിന് രണ്ട് സൈഡുകളാണുള്ളത്. ഒരു റിസീപ്റ്റ് സൈഡും ഉണ്ടാവും, ഒരു പേയ്മെന്റ് സൈഡും ഉണ്ടാവും. റിസീപ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയ എമൗണ്ടുകളെല്ലാം എഴുതുക, പേയ്മെന്റ് സൈഡിൽ നമ്മൾ കൊടുത്ത എമൗണ്ടുകളെല്ലാം എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ അക്കൗണ്ടിന് ഒരു ഓപ്പണിംഗ് ബാലൻസും ഉണ്ടായിരിക്കും. ഈ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡ് ആണ്, അതായത് റിസീപ്റ്റ് സൈഡ് ആണ്. അതുപോലെ ഈ അക്കൗണ്ടിന് ഒരു ക്ലോസിംഗ് ബാലൻസും ഉണ്ടായിരിക്കും. ആ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഈ അക്കൗണ്ടിന് ഉണ്ടായിരിക്കും. ഈ ഒന്നാമത്തെ ആയിട്ട് നോക്കിയേ, ക്യാഷ് ബാലൻസ് ഓൺ 1/4/2016. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏപ്രിൽ. നമുക്കറിയാം നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയാണ്. അപ്പോൾ ഒരു ബിസിനസിന്റെ ഏപ്രിൽ 1 ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ആയിരിക്കും അവരുടെ ഏത് ബാലൻസ്? ഓപ്പണിംഗ് ബാലൻസ്. ശരിയല്ലേ? ഇനി സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ വരുമാനമാണ് സബ്സ്ക്രിപ്ഷൻ. അത് അവരൊരു ഇൻകം ആണ്. അപ്പൊ അത് റിസീപ്റ്റ് ആണ്, റിസീപ്റ്റ് സൈഡിൽ കാണിക്കണം. 2, ടൂർണമെന്റ് ഫണ്ട്. അതായത് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഈ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുട്ബോൾ ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റുകളൊക്കെ ക്ലബ്ബുകളൊക്കെ നടത്താറുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റുകൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർ ഫണ്ടുകൾ ചിലപ്പോൾ പിരിച്ചെടുക്കാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ഫണ്ടുകളെ വിളിക്കുന്ന പേരാണ് ടൂർണമെന്റ് ഫണ്ട്. അപ്പൊ അതും അവർക്ക് കിട്ടിയ പൈസയല്ലേ, അപ്പൊ അതും അവരെന്താണ്? റിസീപ്റ്റ് ആണ്. ഇനി ലൈഫ് മെമ്പർഷിപ്പ്. ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇപ്പൊ ഒരു ക്ലബിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഒരാൾക്ക് മെമ്പർ ആകണമെങ്കിൽ ആ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആ ക്ലബിലേക്ക് ആദ്യം കുറച്ച് പൈസ അടയ്ക്കണം. ഈ എമൗണ്ട് അവർ അടയ്ക്കുന്നത് ചിലപ്പോൾ ഈ എമൗണ്ട് രണ്ട് രീതിയിലായിരിക്കും എമൗണ്ട് അടയ്ക്കുന്നത്. ചിലപ്പോൾ ഇവർ ഈ എമൗണ്ട് അടയ്ക്കുന്നത് മന്ത്ലി ആയിരിക്കും. ചില ആൾക്കാർ മന്ത്ലി അടയ്ക്കത്തില്ല, ലൈഫ് ടൈമിലുള്ള എമൗണ്ട് ഒറ്റയടിക്ക് അങ്ങ് അടയ്ക്കും ആദ്യമേ ജോയിൻ ചെയ്യുമ്പോഴേ. അങ്ങനെ ലൈഫ് ടൈമിലുള്ള എമൗണ്ട് ഒറ്റയടിക്ക് അടയ്ക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് വിളിക്കുക. ഇനി മന്ത്ലി ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് മെമ്പർഷിപ്പ് ഫീ അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് ഇട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഈ എമൗണ്ടും ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഈ ക്ലബിലേക്ക് മെമ്പർ ആകാൻ വേണ്ടി ഈ ക്ലബിലേക്ക് കൊടുത്ത എമൗണ്ട് ആണ്. അപ്പൊ ഇതും ആ ക്ലബിന്റെ ഒരു ഇൻകം ആണ്, അതും അവരൊരു റിസീപ്റ്റ് ആണ്. ഇനി എൻട്രൻസ് ഫീ അതേപോലെ തന്നെയാണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഇതുപോലെ തന്നെയാണ്. ഈ ക്ലബിലേക്ക് എൻട്രൻസ് കിട്ടാൻ വേണ്ടി അവർ കൊടുക്കുന്ന പൈസയാണ് എൻട്രൻസ് ഫീ. അപ്പൊ അതും അവരൊരു റിസീപ്റ്റ് ആണ്. ഇനി ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. ഇവർ പുതിയ ബിൽഡിംഗ് എല്ലാം കെട്ടുന്നുണ്ടെങ്കിൽ അതിന് പല ആൾക്കാരെ കയറുന്ന ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഡൊണേഷൻസ് മേടിക്കാറുണ്ട്. അങ്ങനെ മേടിക്കുന്ന എമൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. അതും ഇവരൊരു റിസീപ്റ്റ് ആണ്. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ. പഴയ ന്യൂസ് പേപ്പറുകൾ എല്ലായിടത്തും വിറ്റപ്പോൾ എത്ര രൂപ കിട്ടി? 50 രൂപ കിട്ടി. അതും പൈസ കിട്ടിയതല്ലേ, അപ്പൊ അതും റിസീപ്റ്റ് ആണ്. ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻ. ഇനി ഈ ന്യൂസ് പേപ്പർ വെറുതെ കൊണ്ട് കൊടുക്കില്ലല്ലോ പത്രക്കാര്. ഈ ന്യൂസ് പേപ്പർ കിട്ടണമെങ്കിൽ ന്യൂസ് പേപ്പർ നമ്മൾ മാസം എന്തടക്കണം? നമ്മൾ വീട്ടിൽ പത്രമൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ മാസം പൈസ അടയ്ക്കത്തില്ലേ ന്യൂസ് പേപ്പറിന്? ആ അടയ്ക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ പൈസ അടച്ചതല്ലേ, എങ്കിൽ നമുക്ക് അതിനെ പേയ്മെന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇവരൊരു പേയ്മെന്റ് ആണ് ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻ, പേയ്മെന്റ്. ഇനി അടുത്തത് റെന്റ് പെയ്ഡ്. റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ റെന്റ് കൊടുത്തു, അപ്പൊ അടുത്ത പേയ്മെന്റ് റെന്റ് പെയ്ഡ്. സാലറി പെയ്ഡ്, വീണ്ടും പേയ്മെന്റ് സാലറി പെയ്ഡ്. ഓഫീസ് എക്സ്പെൻസ്, ഓഫീസിലെ എക്സ്പെൻസുകൾ കൊടുത്തു, അടുത്ത എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസ് പേ ചെയ്തു. സ്പോയിൽസ് എക്യുപ്മെന്റ് പർച്ചേസ്ഡ്, അപ്പൊ അടുത്തൊരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നു, അപ്പൊ അതിന് വേണ്ടി എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ, അപ്പൊ അതും പേയ്മെന്റ് ആണ്. ടൂർണമെന്റ് എക്സ്പെൻസ്, ടൂർണമെന്റ് നടത്താൻ വേണ്ടി പൈസ ചെലവായി, അതും എക്സ്പെൻസ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള റിസീപ്റ്റുകളും പേയ്മെന്റുകളും. ഇനി നമ്മളൊരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരച്ച് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതും, ഇതേപോലെ ഡെബിറ്റ് സൈഡിൽ എഴുതും. പിന്നെ റിസീപ്റ്റുകളെല്ലാം റിസീപ്റ്റ് സൈഡിൽ എഴുതും, പേയ്മെന്റുകളെല്ലാം പേയ്മെന്റ് സൈഡിൽ എഴുതും. എന്നിട്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ക്ലോസിംഗ് ബാലൻസ്. ഇനി നമുക്ക് ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം.
ഇനി എങ്ങനെയാണ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നോക്കിക്കോ, ആദ്യം നമുക്ക് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരയ്ക്കാം. ഒരു റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വന്നു. ഈ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു ഇതാണ് ഡെബിറ്റ് സൈഡ്, ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ഈ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ എഴുതേണ്ടത് റിസിപ്റ്റ്, ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ എഴുതേണ്ടത് പേയ്മെന്റ്. ഇവിടെ ഞാൻ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡിങ് മാറ്റി റിസിപ്റ്റ്സ് എമൗണ്ട്, പേയ്മെന്റ് എമൗണ്ട്. ഇവിടെ വേണമെങ്കിൽ പർട്ടിക്കുലേഴ്സിന് വരെ റിസിപ്റ്റ്സ് എന്ന് കൊടുക്കാം, ഇവിടെ പർട്ടിക്കുലേഴ്സിന് വരെ പേയ്മെന്റ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഓരോരോ ഐറ്റം ആയിട്ട് എഴുതാം. ഒന്നാമത്തെ ഐറ്റത്തിന്റെ പേരെന്താ? ക്യാഷ് ബാലൻസ് ആസ് ഓൺ 1/4/2016. അതാണ് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഒന്നാമത്തെ ഐറ്റം. ബാലൻസ് ബ്രോട്ട് ഡൗൺ, ബാലൻസ് ബ്രോട്ട് ഡൗൺ. എത്ര ബാലൻസ് ബ്രോട്ട് ഡൗൺ എമൗണ്ട്? 1125. ഇനി നമുക്ക് നമ്മുടെ റെസിപ്റ്റുകളെല്ലാം 1 by 1 ആയിട്ട് എഴുതാം. ഏതൊക്കെയാണ് നമ്മുടെ റെസിപ്റ്റ്? സബ്സ്ക്രിപ്ഷൻ, ടൂർണമെന്റ് ഫണ്ട്, ലൈഫ് മെമ്പർഷിപ്പ്, എൻട്രൻസ് ഫീ, ഡൊണേഷൻ ടു ബിൽഡിംഗ്, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ. ശരിയല്ലേ? സബ്സ്ക്രിപ്ഷൻ, ടൂർണമെന്റ് ഫണ്ട്, ലൈഫ് മെമ്പർഷിപ്പ്, എൻട്രൻസ് ഫീ, ഡൊണേഷൻ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ. ഇത്രയും സാധനങ്ങൾ നമുക്ക് എവിടെ എഴുതണം? റിസിപ്റ്റ് സൈഡിൽ എഴുതണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ റിസിപ്റ്റ് സൈഡിൽ വന്നു. ഇനി നമുക്ക് ഓരോന്നിന്റെ എമൗണ്ട് എഴുതാം. സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എത്രയാ? 2900. ടൂർണമെന്റ് ഫണ്ടിന്റെ എമൗണ്ട് എത്രയാ? 750. ലൈഫ് മെമ്പർഷിപ്പ് ഫീയുടെ എമൗണ്ട് എത്രയാ? 1000. എൻട്രൻസ് ഫീയുടെ എമൗണ്ട് എത്രയാ? 100. ഡൊണേഷൻ ഫോർ ബിൽഡിംഗിന്റെ എമൗണ്ട് 1500. സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സിന്റെ എമൗണ്ട് 50. ഉണ്ടോ? അപ്പൊ നമ്മുടെ റിസിപ്റ്റ് സൈഡിൽ നമ്മൾ റിസിപ്റ്റുകളെല്ലാം എഴുതി. ഇനി നമുക്ക് പേയ്മെന്റ് സൈഡിൽ വന്ന് നമ്മുടെ പേയ്മെന്റുകളൊക്കെ എഴുതാം. ഏതൊക്കെയാണ് നമ്മുടെ പേയ്മെന്റ്? ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻ, റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസ്, സ്പോയിൽസ് എക്യുപ്മെന്റ് പർച്ചേസ്ഡ്, ടൂർണമെന്റ് എക്സ്പെൻസ്. അപ്പൊ ഇത്ര ഐറ്റമാണ് നമ്മുടെ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ പേയ്മെന്റുകൾ. ഇതെല്ലാം ഏത് സൈഡിൽ വരണം? പേയ്മെന്റ് സൈഡിൽ വരണം. അപ്പൊ ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ പേയ്മെന്റ് സൈഡിൽ വന്നു. ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻ, റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസ്, സ്പോയിൽ എക്സ്പെൻസ് പർച്ചേസ്ഡ്, ടൂർണമെന്റ് എക്സ്പെൻസ്. ഇനി ഇതിന്റെ എല്ലാത്തിന്റെ എമൗണ്ട് എഴുതാം. ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എത്രയാ? 750. റെന്റ് പെയ്ഡിന്റെ എമൗണ്ട് എത്രയാ? 250. സാലറി പെയ്ഡിന്റെ എമൗണ്ട് എത്രയാ? 1800. ഓഫീസ് എക്സ്പെൻസിന്റെ എമൗണ്ട് 1200. സ്പോയിൽസ് എക്യുപ്മെന്റ്സ് പർച്ചേസ്ഡിന്റെ എമൗണ്ട് എത്രയാ? 1150. ടൂർണമെന്റ് എക്സ്പെൻസ് എത്രയാ? 450. ഉണ്ടോ? അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലുള്ള എമൗണ്ട് ആയി. ഇനി നമുക്ക് ഈ അക്കൗണ്ട് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാ? രണ്ട് സൈഡും കൂട്ടി നോക്കണം, ഏത് സൈഡാ കൂടുതലെന്ന്. ഈ സൈഡ് നമുക്ക് ടോട്ടല് ഒരു ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ നമുക്ക് എറൗണ്ട് ഒരു 7425 വരുന്നുണ്ട്. 7425 വരുന്നുണ്ട്. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ ഏകദേശം നമുക്കൊരു 5600 വരുന്നുള്ളൂ. അപ്പൊ ഏത് സൈഡിലെ എമൗണ്ട് ആണോ കൂടുതൽ ആ എമൗണ്ട് അല്ലേ രണ്ട് സൈഡും എഴുതേണ്ടത്. അപ്പൊ ഏത് സൈഡിലെ എമൗണ്ടാണ് കൂടുതൽ? ഡെബിറ്റ് സൈഡിലെ എമൗണ്ട്. അപ്പൊ രണ്ട് സൈഡ് എത്ര എഴുതാം? 7425. ഇവിടെയും ടോട്ടല് 7425. അപ്പൊ 7425 നമ്മൾ രണ്ട് സൈഡിലും എഴുതി. ഇനി നമുക്ക് ഇവിടെ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതണ്ടേ? നോക്കി, 7425 നിന്ന് ഇവിടെ ടോട്ടൽ 5600 ഇല്ലേ? അത് കുറച്ച് വരുമ്പോൾ ബാലൻസ് എത്ര വരും? അത് കുറച്ച് വരുമ്പോൾ 1825. 1825 ആണ് നമ്മുടെ ബാലൻസ് എമൗണ്ട്. അതിന് നമുക്ക് എഴുതാം ബാലൻസ് ക്യാരി ഡൗൺ. ഉണ്ടോ? അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ക്ലോസിംഗ് ബാലൻസ് എഴുതി, ബാലൻസ് ക്യാരി ഡൗൺ എഴുതി. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയത് കണ്ടോ? ബാലൻസ് ക്യാരി ഡൗൺ. എന്താണ് ഈ എമൗണ്ട്? ഈ എമൗണ്ട് ആണ് നമ്മുടെ ക്ലോസിംഗിലെ ക്യാഷ് ബാലൻസ്. അപ്പൊ ക്ലോസിംഗിലെ ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞാൽ വർഷത്തിന്റെ അവസാനം നമ്മുടെ കയ്യിൽ എത്ര രൂപ ക്യാഷ് ഉണ്ട്. ഇപ്പൊ വർഷത്തിന്റെ അവസാനം നമ്മുടെ കയ്യിൽ എത്ര രൂപ ക്യാഷ് ഉണ്ട്? 1825 രൂപ ക്യാഷ് ഉണ്ട്. അതായത് വർഷത്തിന്റെ തുടക്കം നമ്മുടെ കയ്യിൽ 1125 രൂപ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടെ കുറെ പൈസകൾ നമുക്ക് കിട്ടി. കിട്ടിയ പൈസ എല്ലാം നമ്മുടെ കൂടെ കൂട്ടി. കുറെ പൈസകൾ നമ്മൾ കൊടുത്തു. കൊടുത്ത പൈസ എല്ലാം കുറച്ചു. പോയിട്ട് നമ്മുടെ കയ്യിൽ മിച്ചം എത്ര രൂപയുണ്ട്? 1825. ഇങ്ങനെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഓപ്പണിംഗ് ബാലൻസ് എഴുതുക, റെസിപ്റ്റുകളെല്ലാം റെസിപ്റ്റ് സൈഡിൽ, പേയ്മെന്റുകളെല്ലാം പേയ്മെന്റ് സൈഡിൽ. ഓക്കെ. അടുത്തതായി നമ്മൾ ഈ സബ്സ്ക്രിപ്ഷന്റെ
കാൽക്കുലേഷനിലേക്കാണ് പോകുന്നത്. ഈ സബ്സ്ക്രിപ്ഷന്റെ കാൽക്കുലേഷന് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വലിയ പ്രാധാന്യമുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ തന്നതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. ഇത്രയാണ് സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട്. ഇനി ചിലപ്പോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് കറക്റ്റ് എമൗണ്ട് ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷന്റെ യഥാർത്ഥ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ചില ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യണം, ചില ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഫോർമാറ്റ് ചെയ്യുന്നത്. നോക്കൂ, അതിൽ ഒന്നാമത് എഴുതേണ്ട ഐറ്റം ഇതാണ്. സബ്സ്ക്രിപ്ഷൻ received ഡ്യൂറിംഗ് ദ ഇയർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറഞ്ഞാൽ ഈ വർഷം നമുക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ. ഈ എമൗണ്ടിന്റെ കൂടെ നിങ്ങൾ ഒരു 2 ഐറ്റം ആഡ് ചെയ്യണം, ഒരു 2 ഐറ്റം ലെസ് ചെയ്യണം. ഈ 2 ഐറ്റം ആഡ് ചെയ്ത് 2 ഐറ്റം ലെസ് ചെയ്ത് തരുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ യഥാർത്ഥ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട്. ഇനി ആഡ് ചെയ്യേണ്ട ഒന്നാമത്തെ ഐറ്റം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യേണ്ട ഫസ്റ്റ് ഐറ്റം ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടി. 100 രൂപ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടി. ഇനി ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനിൽ ഒരു 20 രൂപ കൂടി കിട്ടാനുണ്ട്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന വാക്കിന്റെ അർത്ഥം അത് 2 മീനിങ് വരാം. ഒന്നുകിൽ കിട്ടാനുള്ളതാകാം, അല്ലെങ്കിൽ കൊടുക്കാനുള്ളതാകാം. അത് കിട്ടാനുള്ളതാണോ കൊടുക്കാനുള്ളതാണോ എന്ന് അറിയണമെങ്കിൽ ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ കൂടെയുള്ള ടേം അതാന്ന് അറിയണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്, ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് 2 ഐറ്റം ഉണ്ട്. ഏതെങ്കിലും എക്സ്പെൻസിനകത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻകത്തിനകത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് വരാം. എക്സ്പെൻസിനകത്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് വരുന്നതെങ്കിൽ അത് കൊടുക്കാനുള്ള പൈസയാണ്. ഇൻകത്തിനാണ് ഔട്ട്സ്റ്റാൻഡിംഗ് വരുന്നതെങ്കിൽ അത് കിട്ടാനുള്ള പൈസയാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് അല്ല, നമ്മുടെ ഇൻകം ആണ്. അപ്പൊ സബ്സ്ക്രിപ്ഷന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള പൈസയാണ്. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വർഷത്തിന്റെ അവസാനം കിട്ടാനുള്ള എമൗണ്ട്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷന്റെ ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് വേണം നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് നമ്മുടെ ലോജിക്ക് പറയാം. നോക്കൂ, 100 രൂപ നിങ്ങൾക്ക് ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കിട്ടി. ഇനി ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനിൽ ഇനി ഒരു 20 രൂപ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അപ്പൊ 100 രൂപ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടി. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനിൽ 20 രൂപ കിട്ടാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്ന സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എത്രയാ? 120 അല്ലേ? ശരിയല്ലേ? 100 രൂപ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കയ്യിൽ കിട്ടി. 20 രൂപ ഈ വർഷത്തെ എമൗണ്ട് കിട്ടാനുണ്ട്. ഈ വർഷത്തെ കിട്ടാനുള്ള എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. കിട്ടിയോ? അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് മീൻസ് വർഷത്തിന്റെ അവസാനം കിട്ടാനുള്ള എമൗണ്ട്. സബ്സ്ക്രിപ്ഷൻ ആയിട്ട് വർഷത്തിന്റെ അവസാനം കിട്ടാനുള്ള എമൗണ്ടിനെ കിട്ടിയ എമൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. ഇനി ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഐറ്റം ലെസ് ചെയ്യണം. ഇതിന്റെ ഓപ്പോസിറ്റ് ഐറ്റം ഏതാ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആഡ് ചെയ്യണം. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യണം, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതെന്തുകൊണ്ടാണ് ഇത് ലെസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന എമൗണ്ട് അടുത്ത കൊല്ലത്തെ എന്താവും? ഓപ്പണിംഗ് ആവും. അങ്ങനെയല്ലേ? ഈ വർഷത്തെ ക്ലോസിംഗ് എമൗണ്ടുകളെല്ലാം അടുത്ത വർഷം നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അടുത്ത വർഷത്തെ എന്തായിട്ട് മാറും? ഓപ്പണിംഗ് ആവും. ഒരു വർഷത്തെ ക്ലോസിംഗ് എമൗണ്ട് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് എമൗണ്ട് ആവും. ഇതെല്ലാം അക്കൗണ്ട്സിന്റെ കാര്യമാണ്. ഓക്കെ, അക്കൗണ്ട്സിൽ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ വർഷത്തെയും ക്ലോസിംഗിലെ എമൗണ്ട് അടുത്ത വർഷത്തെ എന്തായിട്ട് മാറും? ഓപ്പണിംഗിലെ എമൗണ്ട് ആയിട്ട് മാറും. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന എമൗണ്ട് ഈ വർഷത്തെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് അടുത്ത വർഷത്തെ എന്തായിട്ട് മാറും? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പൊ ഈ വർഷം നിങ്ങൾ ഇതിനെ ആഡ് ചെയ്തെങ്കിൽ അടുത്ത വർഷം ഈ എമൗണ്ട് നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. കാരണം ഈ വർഷത്തെ എമൗണ്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇതിന് എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. അപ്പൊ അടുത്ത വർഷം ആകുമ്പോൾ അത് അടുത്ത വർഷത്തെ എമൗണ്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ഉണ്ടോ? അപ്പൊ ഇതാണ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഇനി അടുത്ത ഐറ്റം, വേറൊരു ഉദാഹരണം പറയാം.
100 രൂപ നിങ്ങൾക്ക് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടി. അടുത്തൊരു എക്സാമ്പിൾ, 100 രൂപ നിങ്ങൾക്ക് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടി. ഇതിന്റെ കൂടെ അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ഒരു 30 രൂപയും കിട്ടി. അപ്പൊ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് 100 രൂപയും അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് 30 രൂപയും, അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു 130 രൂപ ഇപ്പൊ കിട്ടി. ഓക്കെ, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ 100 രൂപ, അടുത്ത വർഷത്തെ എമൗണ്ട് ആയ 30 രൂപ ഈ കൊല്ലം കിട്ടി. അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ എത്ര കിട്ടി? 130 കിട്ടി. ഇനി നിങ്ങൾ ഈ അക്കൗണ്ടിൽ നിങ്ങളുടെ ഇൻകം ആയിട്ട് ഈ 130 എഴുതാൻ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. 130 എഴുതാൻ പറ്റില്ല ഇൻകം ആയിട്ട്. കാരണം ഈ 130ൽ ഒരു 30 രൂപ ഈ വർഷത്തെ എമൗണ്ട് അല്ല, അടുത്ത വർഷത്തെ എമൗണ്ട് ആണ്, നെക്സ്റ്റ് ഇയറിലെ എമൗണ്ട് ആണ്. അത് ഈ വർഷത്തെ എമൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല. എങ്കിൽ ഈ 130ൽ നിന്ന് അടുത്ത വർഷത്തെ എമൗണ്ട് ആയ 30 രൂപ കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 100 രൂപ. ഈ 100 രൂപയെ നിങ്ങൾക്ക് ഈ വർഷത്തെ അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റും. ഇനി ഇപ്പൊ നിങ്ങൾ ഒരു 30 രൂപ കുറച്ചില്ലേ? ഈ 30 രൂപയുടെ പേരെന്തോന്നറിയാവോ? ഈ 30 രൂപ അടുത്ത കൊല്ലത്തെ എമൗണ്ട് അല്ലേ? അതിന്റെ പേരാണ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി കിട്ടിയത്. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഫൈനൽ അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുള്ളതാ. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതേ സാധനം തന്നെയാണ് ഇതും. കണ്ടോ? 100 രൂപ ഈ വർഷം കിട്ടി, അതിൽ ഒരു 30 രൂപ, പിന്നെ ഒരു 30 രൂപ അടുത്ത കൊല്ലത്തെ എമൗണ്ട് കൂടെ കിട്ടി. അങ്ങനെ മൊത്തത്തിൽ 130 രൂപ കിട്ടി. ഈ 130 രൂപയിൽ 30 രൂപ അടുത്ത കൊല്ലത്തെ എമൗണ്ട് ആയതുകൊണ്ട് അത് ഈ കൊല്ലത്തെ എമൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല. ആ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇപ്പൊ ലെസ് ചെയ്ത എമൗണ്ടിന്റെ പേരെന്താ? അതാണ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ ക്ലോസിംഗില് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലോസിംഗില് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പൊ ക്ലോസിംഗിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയ ഓപ്പണിംഗിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓപ്പണിംഗില് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആഡ് ചെയ്യണം. ഇത്രയും ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ നെറ്റ് സബ്സ്ക്രിപ്ഷൻ. ഈ നെറ്റ് സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടോ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയറിന്റെ എമൗണ്ടിന്റെ കൂടെ ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്യുക. ക്ലോസിംഗിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്യുക, ഓപ്പണിംഗിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആഡ് ചെയ്യുക. ഇനി എന്തിനാണ് ഈ ഓപ്പണിംഗിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നിങ്ങൾ ആഡ് ചെയ്തത്? നോക്കിയേ, ഈ 30 രൂപ ഈ വർഷത്തെ എമൗണ്ട് അല്ലാത്തത് കൊണ്ട് ഈ വർഷത്തെ എമൗണ്ടിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തു? ഇതിനെ ലെസ് ചെയ്തു. ഇനി ഈ 30 രൂപയെ നിങ്ങൾ അടുത്ത കൊല്ലത്തെ എമൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. കാരണം ഈ 30 രൂപ അടുത്ത കൊല്ലത്തെ എമൗണ്ട് ആണ്. കണ്ടോ? അപ്പൊ ഈ വർഷം നിങ്ങൾ കുറച്ച് അടുത്ത കൊല്ലത്തേക്ക് വിടുന്ന ഈ 30 രൂപയെ അടുത്ത കൊല്ലത്തെ എമൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എങ്കിൽ ഇതേപോലെ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ക്ലോസിംഗിൽ കുറച്ച് വിട്ട എമൗണ്ടിനെ ഈ കൊല്ലം ആഡ് ചെയ്യണ്ടേ? ശരിയല്ലേ? ഈ കൊല്ലം നമ്മൾ വർഷത്തിന്റെ അവസാനം ഈ വർഷത്തെ എമൗണ്ട് അല്ല എന്ന് പറഞ്ഞ് കുറച്ച് കളഞ്ഞ എമൗണ്ട് അടുത്ത വർഷത്തെ എമൗണ്ട് ആണ്. അത് അടുത്ത വർഷത്തെ എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം ഈ 30 രൂപ. എങ്കിൽ ഇതേപോലെ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഒരു 30 രൂപ നിങ്ങൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷത്തിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യണ്ടേ? അതാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. കേട്ടോ? അപ്പൊ ഈ 30 രൂപ ഈ വർഷത്തെ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ? ഈ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അടുത്ത വർഷത്തെ എന്തായിട്ട് മാറും? ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് മാറും. അപ്പൊ ഈ വർഷത്തെ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നിങ്ങൾ ഇവിടെ ലെസ് ചെയ്തു. ഇത് അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആവും. ഈ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അടുത്ത കൊല്ലത്തെ എമൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതേപോലെ കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഇതേപോലെ ലെസ് ചെയ്ത് കാണും. ആ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ കൊല്ലം നിങ്ങളുടെ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയി കാണും. ആ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. അപ്പൊ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി എന്റെ അർത്ഥത്തിലേക്ക് പോകണ്ട. ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട 2 ഐറ്റം ഇതൊക്കെയാണ്. ഒന്ന്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. തിരിച്ച് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്യണം, ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്യണം. ഇങ്ങനെയാണ് സബ്സ്ക്രിപ്ഷന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ചെറിയ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിലേക്ക് പോവാം. The subscription amount shown in the income and expenditure account of Crazy Club is rupees 62,500. ഒരു ക്രേസി ക്ലബിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 62,500. ഓക്കെ, സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് 62,500 ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലുള്ള എമൗണ്ട്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല.
നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പൊ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ടിന്റെ പേരാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് ഇതാദ്യം നോക്കിയാൽ മതി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് തന്നിരിക്കുന്നത് 62,500 ഓൺ 31/12/2014. അപ്പൊ 31/12/2014 ഇവരെ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് 62,500. അപ്പൊ ഈ എമൗണ്ട് ആണ് നമ്മുടെ ഫോർമാറ്റിലെ ഒന്നാമത്തെ എമൗണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എന്നൊരു ഐറ്റം നമ്മൾ എഴുതില്ലേ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ, അതാണ് ഒന്നാമത്തെ എമൗണ്ട്. ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി ഇയർ 19,500 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നേ പറഞ്ഞിട്ടുള്ളത്, ഏത് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് രണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണം, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ ലെസ് ചെയ്യണം. പക്ഷെ ഇവിടെ വെറും ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പ്രോബ്ലത്തിൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെ നിങ്ങൾ എടുക്കേണ്ടത് ഇറ്റ് ഈസ് എ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. അതിന് എന്തായിട്ട് എടുക്കാവൂ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എടുക്കാവൂ. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഫോർ 2015, 2015 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ 2014, 2014 കിട്ടി, അത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അവിടെയും ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അതും നമ്മൾ എന്തായിട്ട് എടുക്കണം? ക്ലോസിംഗ് ആയിട്ട്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയറും തന്നിട്ടുണ്ട്, ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗും തന്നിട്ടുണ്ട്, ക്ലോസിംഗിലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസും തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഫോർമാറ്റ് എഴുതാം. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഐറ്റം നമുക്കറിയാം, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയറിന്റെ എമൗണ്ട് എത്രയാ? 62,500. ഈ 62,500ന്റെ കൂടെ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് എന്ത് ചെയ്യേണ്ടതാ? ആഡ് ചെയ്യേണ്ടതാ. ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗിന്റെ എമൗണ്ട് എത്ര വരും? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗിന്റെ എമൗണ്ട് 19,500. ആ 19,500 നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 19,500 എഴുതാം. ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി എത്ര വരുമെന്ന്? 62,500ന്റെ കൂടെ 19,500 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 82,000. ഇനി സബ്സ്ക്രിപ്ഷൻ ഫോർ 2015 റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ 2014. കണ്ടോ? അപ്പൊ അടുത്ത ഐറ്റം ഉണ്ട് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലോസിംഗിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യേണ്ടതാ? ആഡ് ചെയ്യേണ്ടതാണോ ലെസ് ചെയ്യേണ്ടതാണോ? ക്ലോസിംഗിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഓപ്പണിംഗിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ക്ലോസിംഗിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന രണ്ട് ഐറ്റം നമുക്ക് ഉണ്ടെന്നറിയാം. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തെ എമൗണ്ട് ആണ്, അത് ഈ കൊല്ലത്തെ എമൗണ്ടിൽ കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എത്ര? ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ എമൗണ്ട് 3,000. ഇത് കുറച്ച് കഴിയുമ്പോൾ ബാക്കി എത്ര വരും? 79,000. ഇതാണ് നമ്മുടെ നെറ്റ് സബ്സ്ക്രിപ്ഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നെറ്റ് സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്: ആനന്ദ് സ്പോർട്സ് ക്ലബ് റിസീവ്ഡ് ₹1,75,000 ആസ് സബ്സ്ക്രിപ്ഷൻ. ആനന്ദ് സ്പോർട്സ് ക്ലബിന് 1,75,000 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടി. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഐറ്റമായി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1,75,000 ഫോർ ദി ഇയർ എൻഡഡ് 31st March 2016. ഇനി ഈ ഡേറ്റുകൾക്ക് പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളുണ്ടല്ലോ, ഓപ്പണിംഗ് ക്ലോസിംഗ്. ഇത് ഓപ്പണിംഗ് ക്ലോസിംഗ് എന്നായിരിക്കില്ല ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരുന്നത്, ഡേറ്റുകളായിരിക്കും തരുന്നത്. അപ്പൊ ഡേറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം അത് ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ. ഇപ്പം 1-4 എന്ന് തുടങ്ങുകയാണെങ്കിൽ 1st April, നമുക്കറിയാം ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഏപ്രിലാണ്. അപ്പൊ 1st April എന്ന് പറയുന്ന ഡേറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഓപ്പണിംഗ് ആണ്.
ഇനി കലണ്ടർ ഇയർ ആണെങ്കിൽ നമുക്കറിയാം ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ജാനുവരി എന്ന് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ഡേറ്റും തന്നിരിക്കുന്ന എല്ലാം ഓപ്പണിംഗ് ആണ്. ഇനി 31 മാർച്ച് എന്നോ 31 ഡിസംബർ എന്നോ ആണ് ഡേറ്റ് തന്നിരിക്കുന്നതെങ്കിൽ അതെല്ലാം ക്ലോസിംഗ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഓപ്പണിംഗും ക്ലോസിംഗും കണ്ടുപിടിക്കാം ഡേറ്റ് വെച്ചിട്ട്. അപ്പൊ നോക്കിയേ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31 മാർച്ച്, കണ്ടോ 31 മാർച്ചിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പൊ 31 മാർച്ചിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആകുമ്പോൾ ഏത് ഔട്ട്സ്റ്റാൻഡിംഗ്? ക്ലോസിംഗ്. അപ്പൊ അത് ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 1 ഏപ്രിൽ ആകുമ്പോൾ അത് ഏത് ഔട്ട്സ്റ്റാൻഡിംഗ്? ഓപ്പണിംഗ്. കണ്ട. ഇനി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1 ഏപ്രിൽ, കണ്ട വീണ്ടും 1 ഏപ്രിൽ ആയപ്പോൾ ഏതായി? ഓപ്പണിംഗ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31 മാർച്ച് ആയപ്പോൾ എത്രയായി? ക്ലോസിംഗ്. അപ്പൊ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്, ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. നമുക്കറിയാം ഏതൊക്കെ ആഡ് ചെയ്യണം, ഏതൊക്കെ ലെസ് ചെയ്യണമെന്ന്. ഇതിനകത്ത് 2 ഐറ്റം നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, 2 ഐറ്റം ലെസ് ചെയ്യാനുണ്ട്. അങ്ങനെ 2 ഐറ്റം ആഡ് ചെയ്ത് ലെസ് ചെയ്ത് അതിന്റെ നെറ്റ് സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു ഏരിയയിലേക്ക് വരാം. ഐറ്റംസ് ഓഫ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മളിപ്പോൾ വരയ്ക്കാൻ പഠിച്ചു. ഈ പഠിച്ച റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ 4 കാറ്റഗറി ഓഫ് ഐറ്റംസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഈ 4 കാറ്റഗറി ഓഫ് ഐറ്റംസ്. അതിൽ ഒന്നാമത്തെ ഐറ്റത്തിന്റെ പേരാണ് റവന്യൂ റിസീപ്റ്റ്. രണ്ടാമത്തെ ഐറ്റത്തിന്റെ പേരാണ് ക്യാപിറ്റൽ റിസീപ്റ്റ്. മൂന്നാമത്തെ ഐറ്റത്തിന്റെ പേരാണ് റവന്യൂ പേയ്മെന്റ്സ്. നാലാമത്തെ ഐറ്റത്തിന്റെ പേരാണ് ക്യാപിറ്റൽ പേയ്മെന്റ്സ്. ഈ 4 ഐറ്റംസ് ആണ് നമ്മുടെ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നത്. ഇനി എന്താണ് ഈ 4 ഐറ്റംസ്? എന്താണ് റവന്യൂ റിസീപ്റ്റ്, എന്താണ് ക്യാപിറ്റൽ റിസീപ്റ്റ്, എന്താണ് റവന്യൂ പേയ്മെന്റ്, എന്താണ് ക്യാപിറ്റൽ പേയ്മെന്റ്? ഈ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ, ഈ 2 ടേം കണ്ടോ? റവന്യൂ, ക്യാപിറ്റൽ, ഈ 2 ടേമും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ടേമും തമ്മിൽ വ്യത്യാസം കിടക്കുന്നത്. അത് ഇതാണ്, റെക്കറിംഗ് ആൻഡ് നോൺ റെക്കറിംഗ്. റെക്കറിംഗ് ആൻഡ് നോൺ റെക്കറിംഗ്. റെക്കറിംഗ് എന്ന വാക്കിന്റെ അർത്ഥം ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. നോൺ റെക്കറിംഗ് എന്ന വാക്കിന്റെ അർത്ഥം വല്ലപ്പോഴും സംഭവിക്കുന്നത്. ഇതിൽ റവന്യൂ ഐറ്റത്തിന്റെ പ്രത്യേകത അതെല്ലാം റെക്കറിംഗ് ഐറ്റംസ് ആയിരിക്കും, ആവർത്തിച്ചുണ്ടാകുന്ന ഐറ്റംസ് ആയിരിക്കും. ക്യാപിറ്റൽ ഐറ്റത്തിന്റെ പ്രത്യേകത അതെല്ലാം നോൺ റെക്കറിംഗ് ആയിരിക്കും. അപ്പൊ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഐറ്റത്തിന് വിളിക്കുന്ന പേരാണ് റവന്യൂ ഐറ്റം. വല്ലപ്പോഴും കൂടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഐറ്റത്തിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഐറ്റം. ഈ റവന്യൂ ഐറ്റത്തിൽ പൈസ കിട്ടുന്നതാണെങ്കിൽ അത് റവന്യൂ റിസീപ്റ്റ്, പൈസ കൊടുക്കുന്നതാണെങ്കിൽ റവന്യൂ പേയ്മെന്റ്. ക്യാപിറ്റൽ ഐറ്റത്തിൽ പൈസ കിട്ടുന്നതാണെങ്കിൽ ക്യാപിറ്റൽ റിസീപ്റ്റ്, പൈസ കൊടുക്കുന്നതാണെങ്കിൽ ക്യാപിറ്റൽ പേയ്മെന്റ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് റവന്യൂ റിസീപ്റ്റ്. കണ്ടാ, ഓൾ ഐറ്റംസ് ആർ ഓഫ് റെക്കറിംഗ് നേച്ചർ. വീണ്ടും വീണ്ടും ആവർത്തിച്ചുണ്ടാകുന്ന കംപ്ലീറ്റ് ഐറ്റത്തിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ. അതായത് റവന്യൂ റിസീപ്റ്റിന്റെ പ്രത്യേകത ഇപ്പൊ എന്തായിരിക്കും? ഈ റിസീപ്റ്റുകളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ ബിസിനസ്സിൽ ഉണ്ടാകുന്ന റിസീപ്റ്റുകളായിരിക്കും. അതിൽ ഒന്നാമത്തെ റിസീപ്റ്റിന്റെ പേരാണ് ആനുവൽ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ. എല്ലാ കൊല്ലവും ക്ലബ്ബുകളിൽ പുതിയ പുതിയ ആൾക്കാർ അംഗത്വം എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ കൊല്ലം പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ വീണ്ടും വീണ്ടും അവർക്ക് എന്ത് കിട്ടിക്കൊണ്ടേയിരിക്കും? സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് വീണ്ടും വീണ്ടും കിട്ടുന്ന പൈസയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റവന്യൂ റിസീപ്റ്റ് എന്ന് വിളിക്കാം. അടുത്തത് അഡ്മിഷൻ ഫീ നോട്ട് ക്യാപിറ്റലൈസ്ഡ്. അഡ്മിഷൻ ഫീ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്, മെമ്പർഷിപ്പ് ഫീ പോലെ തന്നെയാണ്. എല്ലാ കൊല്ലവും നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് അഡ്മിഷൻ ഫീ. പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അഡ്മിഷൻ ഫീ ആയിട്ട് നമുക്ക് എമൗണ്ട് കിട്ടും. ആ കിട്ടുന്ന എമൗണ്ട് എല്ലാം നമ്മുടെ റവന്യൂ റെസിപ്റ്റിലാണ് ആവർത്തിച്ച് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, നോട്ട് ക്യാപിറ്റലൈസ്ഡ് എന്ന്. അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ അഡ്മിഷൻ ഫീ ആയിട്ട് കിട്ടുന്ന എമൗണ്ടിനെ ചിലപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. എന്താ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ എമൗണ്ടിനെ നമ്മുടെ ക്യാപിറ്റലിന്റെ ഭാഗമാക്കി മാറ്റുക. ഈ കിട്ടിയ എമൗണ്ടിനെ ക്യാപിറ്റലിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഈ കിട്ടിയ എമൗണ്ടിന് ചിലപ്പോൾ ബിസിനസ്സുകാർ എന്ത് ചെയ്യും? ക്യാപിറ്റലിന്റെ ഭാഗമാക്കി മാറ്റും. അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ഭാഗമാക്കി മാറ്റാതെ ഇവര് ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഈ പൈസ എന്ത് ചെയ്യും? ഉപയോഗിക്കും. കണ്ടോ? അപ്പൊ ഒന്നുകിൽ ഈ എമൗണ്ട് ഇവർ ക്യാപിറ്റലിന്റെ ഭാഗമാക്കി മാറ്റും, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ടാണ് ഈ എമൗണ്ടിന് ഇവർ മാറ്റുന്നതെങ്കിൽ അത് റവന്യൂ ഐറ്റം അല്ല, അത് ക്യാപിറ്റൽ ഐറ്റം ആയിരിക്കും. അല്ലാതെ കിട്ടുന്ന അഡ്മിഷൻ ഫീകളെല്ലാം ആവർത്തിച്ച് കിട്ടുന്നതുകൊണ്ട് അത് ഏത് ഐറ്റം ആയിരിക്കും? റവന്യൂ
റിസിപ്റ്റ് ആയിരിക്കും. അടുത്ത റിസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്. ഓൾഡ് ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും വിറ്റ് കിട്ടുന്ന പൈസ, ഈ പഴയ പത്രങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ വിറ്റുകൊണ്ടേയിരിക്കും. ഈ ഓൾഡ് ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും വിറ്റ് കിട്ടുന്ന പൈസകളെല്ലാം നമുക്ക് റവന്യൂ റിസിപ്റ്റ് ആണ്. ഹോൾ റെന്റ് റിസീവ്ഡ്. ഇനി വലിയ ബിൽഡിങ്ങുകളും ഓഡിറ്റോറിയംസ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ, ക്ലബ്ബുകൾക്ക് ഉണ്ടെങ്കിൽ, അത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. അത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? റെന്റ് കിട്ടും. അതാണ് ഹോൾ റെന്റ് റിസീവ്ഡ്. അതും ആവർത്തിച്ച് കിട്ടുന്ന പൈസയാണ്. അതിനെ റവന്യൂ റിസീപ്റ്റ് എന്ന് വിളിക്കാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് ലോൺ അഡ്വാൻസ്ഡ്. ഇവര് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പൈസ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. ഏതെങ്കിലും ബാങ്കിലോ വല്ല സ്വർണ്ണങ്ങളിലോ വല്ല റിയൽ എസ്റ്റേറ്റിലോ ഏതെങ്കിലും സ്ഥലത്ത് പൈസ കൊണ്ടുപോയി ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ ചിലപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി FD ഇടും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും, പിന്നെ ആർക്കെങ്കിലും ലോൺ കൊടുക്കും, ലോൺ അഡ്വാൻസ്ഡ്. ഈ എമൗണ്ടുകൾക്കെല്ലാം അവർക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും, പലിശ കിട്ടും. ഈ പലിശ കിട്ടുന്നത് മാസം തോറും കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ വർഷം തോറും കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും കിട്ടുന്ന എമൗണ്ട് ആണ്. അങ്ങനെ വീണ്ടും വീണ്ടും കിട്ടുന്ന എമൗണ്ടുകളെല്ലാം റവന്യൂ റിസീപ്റ്റ്. അടുത്തത് ഡൊണേഷൻ, ഗ്രാൻഡ്, ലെഗസീസ്. ഡൊണേഷൻ കിട്ടുന്നു, എന്തെങ്കിലും പരിപാടിക്ക് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് വേണ്ടി ഡൊണേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഗ്രാൻഡുകൾ കിട്ടുന്നു. ഈ എമൗണ്ടുകളെല്ലാം ഇവര് ആവർത്തിച്ച് വരുന്ന റിസീപ്റ്റുകളാണ്. ഈ റിസീപ്റ്റുകളെല്ലാം ഇവരെ റവന്യൂ റിസീപ്റ്റുകളാണ്. പിന്നെ ലെഗസീസ്. ലെഗസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വ്യക്തി മരിച്ചുപോയതിനു ശേഷം അദ്ദേഹത്തിനുള്ള കുറെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാർ ഈ സ്വത്തുക്കളും കാര്യങ്ങളെല്ലാം അവർ ഓർഫനേജിന്റെ പേരിലോ ആരെങ്കിലും പേരിലൊക്കെ ചിലപ്പോൾ എഴുതി വെക്കാറില്ലേ? അപ്പൊ അതുപോലെ ചിലപ്പോൾ ഏതെങ്കിലും ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ പേരിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരം അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇപ്പൊ സ്വന്തമായിട്ട് കുറെ ഏക്കർ സ്ഥലങ്ങളും തെങ്ങും തോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് കൊടുത്തു. അപ്പൊ അവിടുന്ന് കിട്ടുന്ന വരുമാനം എല്ലാം ഇനി ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അങ്ങനെ കിട്ടുന്ന പൈസകളെ വിളിക്കുന്ന പേരാണ് ലെഗസി. റിസീപ്റ്റ് ആസ് പെർ ദി വിൽ ഓഫ് എ ഡിക്കീസ്ഡ് പേഴ്സൺ. ഡിക്കീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ വ്യക്തി. ഉണ്ടാ ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ വ്യക്തിയാണ്. അപ്പൊ മരിച്ചുപോയ വ്യക്തിയുടെ വിൽ പ്രകാരം, താല്പര്യപ്രകാരം അവന്റെ സ്വത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന പൈസയെ വിളിക്കുന്ന പേരാണ് ലെഗസി. അപ്പൊ അങ്ങനെ കിട്ടുന്ന പൈസയും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവർത്തിച്ച് വീണ്ടും വീണ്ടും കിട്ടുന്ന വരുമാനമാണ്. അതും അവരുടെ റവന്യൂ റിസീപ്റ്റ് ആണ്. അടുത്തത് ലോക്കർ റെന്റ്, ക്ലോക്ക് റൂം റെന്റ് റിസീവ്ഡ്. ലോക്കർ റെന്റ്, ഇപ്പൊ ബാങ്കുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ലോക്കർ ഫെസിലിറ്റി അവൈലബിൾ എന്നൊക്കെ പറയാറ്. നമുക്ക് സ്വത്തുക്കൾ, സാധനങ്ങൾ, സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോക്കറിൽ കൊണ്ടുവെക്കാം. അതിന് നമ്മൾ ബാങ്കിൽ എന്ത് കൊടുക്കേണ്ടി വരും? വാടക കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതുപോലുള്ള ലോക്കർ ഫെസിലിറ്റികളൊക്കെ ചിലപ്പോൾ ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വാടക കിട്ടും. ക്ലോക്ക് റൂം, ഇപ്പൊ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്ലോക്ക് റൂം. ക്ലോക്ക് റൂമിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തേക്ക് പോവാം. അപ്പൊ അവിടെ നമ്മുടെ കയ്യിൽ കുറെ ലഗേജുകളും കാര്യങ്ങളും, ഈ ലഗേജുകൾ കൊണ്ട് നമുക്ക് ടൗൺ മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പം റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ ക്ലോക്ക് റൂമുകളുണ്ട്. അവിടെ ഈ ലഗേജുകൾ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മണിക്കൂറിന് നിശ്ചിത എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ലഗേജുകളെല്ലാം അവരവിടെ സൂക്ഷിച്ചോളും. നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ലഗേജ് നമുക്ക് തിരിച്ച് അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, അതാണ് ഈ ക്ലോക്ക് റൂം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ക്ലോക്ക് റൂമിന് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? വാടക കൊടുക്കണം. അപ്പൊ ഇതുപോലെ ക്ലോക്ക് റൂം ഫെസിലിറ്റികളെല്ലാം ചിലപ്പോൾ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് നടത്താറുണ്ടാവും. അതുപോലെ റെന്റ് റിസീവ്ഡ്, വാടക കിട്ടുന്നതാണ് ക്ലോക്ക് റൂം റെന്റ് റിസീവ്ഡ്. ക്ലോക്ക് റൂമിന്റെ വാടക കിട്ടുന്നു. അപ്പൊ ഇതെല്ലാം റവന്യൂ റിസീപ്റ്റുകളാണ്. ഇനി റിസീപ്റ്റ് ഫ്രം സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്സ്. റിഫ്രഷ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് തന്നെ ചിലപ്പോൾ സ്വന്തമായിട്ട് ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ കുടുംബശ്രീക്കാരൊക്കെ എനിക്ക് സ്നാക്സ് ഐറ്റംസും അതുപോലെ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കാറില്ലേ? അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും റിഫ്രഷ്മെന്റ്സ് ഐറ്റംസ് ഒക്കെ, സ്നാക്സും അതുപോലെ സാധനങ്ങളൊക്കെ ഇവർ കച്ചവടം ഉണ്ടാവും. സ്റ്റോളുകൾ, ചെറിയ ചെറിയ സ്റ്റോളുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് സെയിലിൽ കിട്ടുന്ന എമൗണ്ട് അതെല്ലാം അവരെ റവന്യൂ റിസീപ്റ്റ്. അടുത്ത എനി അതർ ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ. സിമിലർ നേച്ചർ മീൻസ് റെക്കറിംഗ് ആയിട്ടുള്ള, ആവർത്തിച്ചുണ്ടാവുന്ന റെക്കറിംഗ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം റവന്യൂ റിസീപ്റ്റ്. അപ്പൊ സിമ്പിളി ഇത്രയും പോയിന്റുകൾക്ക് ഒരേ ഒരു പ്രത്യേകതയേ ഉള്ളൂ, ഈ ഐറ്റംസ് എല്ലാം റെക്കറിംഗ് ആണ്. അതാണ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. റെക്കറിംഗ്, ആവർത്തിച്ചുണ്ടാകുന്ന റിസീപ്റ്റുകൾ. ഈ ബിസിനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചുണ്ടാകുന്ന റിസീപ്റ്റുകളെല്ലാം വിളിക്കുന്ന പേരാണ് റവന്യൂ റിസീപ്റ്റ്. ഇതാണ് റവന്യൂ റിസീപ്റ്റ്. അപ്പൊ ക്യാപിറ്റൽ റിസീപ്റ്റ് എന്തായിരിക്കും? ഇതുപോലെ ആവർത്തിക്കാതെ വല്ലപ്പോഴും ഉണ്ടാകുന്ന റിസീപ്റ്റുകളെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ റിസീപ്റ്റ്. അടുത്ത നമുക്കിനി എന്താണ് ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, ക്യാപിറ്റൽ റിസീപ്റ്റ്. ഓൾ ഐറ്റംസ് ആർ ഓഫ് നോൺ റെക്കറിംഗ് നേച്ചർ. കണ്ടോ, നോൺ റെക്കറിംഗ് നേച്ചറിലുള്ള ഐറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ റിസീപ്റ്റ്. നോൺ റെക്കറിംഗ് നേച്ചർ. നോക്കി, അതിലൊരു ഉദാഹരണം നോക്കി. ഡൊണേഷൻ ഫ്രം ഔട്ട്സൈഡേഴ്സ് ഓർ മെമ്പേഴ്സ് ഫോർ സ്പെസിഫിക് പർപ്പസ്. അതാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. സ്പെസിഫിക് പർപ്പസ്. എന്താണ് സ്പെസിഫിക് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകതരം ആവശ്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ക്ലബ്ബുകൾ അല്ലെങ്കിൽ
ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഏതെങ്കിലും ഒരു പ്രത്യേക തരം പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു, പ്രത്യേക തരം എന്തെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. ഈ പ്രത്യേക തരം പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ 5-6 കൊല്ലം കൂടുമ്പോഴായിരിക്കും അങ്ങനെ ഒരു പ്രോഗ്രാം അവർ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതരം പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനുവേണ്ടി ചില ഡൊണേഷൻസ് പല സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, മേടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഡൊണേഷന് വിളിക്കുന്ന പേരാണ് ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ്, അല്ലെങ്കിൽ പറയും ഡൊണേഷൻ ഫോർ ജനറൽ പർപ്പസ്. ജനറൽ പർപ്പസ്. ഇപ്പൊ ജനറൽ പർപ്പസിനുള്ള ഡൊണേഷനും സ്പെസിഫിക് പർപ്പസിനുള്ള ഡൊണേഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ജനറൽ പർപ്പസിനുള്ള ഡൊണേഷന്റെ പ്രത്യേകത ചുമ്മാ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എപ്പോഴും കിട്ടുന്ന ഡൊണേഷനുകളെ വിളിക്കുന്നവരാണ് ജനറൽ പർപ്പസിനുള്ള ഡൊണേഷൻ. സ്പെസിഫിക് പർപ്പസിനുള്ള ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേകതര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കിട്ടുന്ന ഡൊണേഷൻ. അപ്പൊ ഈ പ്രത്യേകതര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കിട്ടുന്ന ഡൊണേഷൻ നമുക്ക് ചുമ്മാ കിട്ടില്ല. ആ പ്രത്യേക പരിപാടി വരുമ്പോൾ മാത്രമേ കിട്ടൂ. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഡൊണേഷന്റെ പ്രത്യേകത നോക്കിയാൽ അത് എപ്പോഴും കിട്ടുന്ന പൈസയല്ല, വല്ലപ്പോഴും കിട്ടുന്ന പൈസയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ക്യാപിറ്റൽ റിസീപ്റ്റ്. വല്ലപ്പോഴും കിട്ടുന്ന പൈസകളാണ് ക്യാപിറ്റൽ റിസീപ്റ്റ്. എമൗണ്ട് റിസീവ്ഡ് ആസ് ലോൺസ്. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നു. എല്ലാ മാസവും ലോൺ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുവോ, അല്ലെങ്കിൽ എല്ലാ കൊല്ലം ലോൺ കിട്ടിക്കൊണ്ടിരിക്കുവോ? ചിലപ്പോൾ 4-5 കൊല്ലം കൂടുമ്പോഴായിരിക്കും അല്ലേ ബാങ്കിൽ ഇരുന്ന് ലോണുകൾ കിട്ടുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഐറ്റമാണ് ലോൺ. അപ്പൊ അത് നമ്മുടെ ക്യാപിറ്റൽ റിസീപ്റ്റ്. ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ. ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു, ഒരു ക്ലബിൽ ഒരു വ്യക്തി മെമ്പർ ആകണമെങ്കിൽ അവൻ ആ ക്ലബിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് മെമ്പർഷിപ്പ് ഫീ അടയ്ക്കണം. ആ മെമ്പർഷിപ്പ് ഫീ എങ്ങനെയാണ് അടയ്ക്കുന്നത്? ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും അടയ്ക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ കൊല്ലം കൂടുമ്പോഴായിരിക്കും കുറച്ച് എമൗണ്ട് അടയ്ക്കുന്നത്. അപ്പൊ ചില ആൾക്കാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്ലി അടയ്ക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഓരോ കൊല്ലം അടയ്ക്കുന്നതിന് പകരം അവന്റെ മൊത്തത്തിലുള്ള എമൗണ്ട് ഒറ്റയടിക്കാൻ അടയ്ക്കും. അതാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. അവന്റെ ലൈഫിൽ മൊത്തത്തിലുള്ള പൈസ ഒരു ബൾക്ക് എമൗണ്ട് ഒറ്റയടിക്ക് ആദ്യം എന്ത് ചെയ്യും, അടയ്ക്കും. കണ്ടോ? അപ്പൊ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്ന സാധനം എല്ലാ പ്രാവശ്യവും കിട്ടുന്നതാണ്. പുതിയ ആൾക്കാർ എടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും കിട്ടുന്നതാണ്. അത് റവന്യൂ റിസീപ്റ്റ് ആണ്, എല്ലായ്പ്പോഴും വീണ്ടും കിട്ടുന്നുണ്ട്. പക്ഷെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ ഒരാളുടെ ഒരു പ്രാവശ്യമല്ലേ ലൈഫ് മെമ്പർഷിപ്പ് ഫീ അടയ്ക്കാൻ പറ്റുള്ളൂ. ഒരാൾ ജീവിതകാലം മൊത്തത്തേക്കുള്ള പൈസ ഒരു പ്രാവശ്യം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ നിന്ന് പിന്നെ പൈസ കിട്ടുമോ? ഒരിക്കലും പൈസ കിട്ടില്ല. അപ്പൊ ഇത് വല്ലപ്പോഴും കിട്ടുന്ന പൈസയല്ലേ ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് വിളിക്കാം. ഇനി അഡ്മിഷൻ ഫീസ് ടു ദി എക്സ്റ്റെന്റ് ക്യാപിറ്റലൈസ്ഡ്. കണ്ട, അഡ്മിഷൻ ഫീ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അഡ്മിഷൻ ഫീയുടെ പ്രത്യേകത എന്താ? എല്ലാ കൊല്ലവും ആൾക്കാരെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയെ വിളിക്കുന്ന പേരാണ് അഡ്മിഷൻ ഫീ. നമ്മൾ റവന്യൂ റിസീപ്റ്റ് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഐറ്റം പറഞ്ഞായിരുന്നുണ്ടോ? അഡ്മിഷൻ ഫീ നോട്ട് ക്യാപിറ്റലൈസ്ഡ് എന്ന്. ഇവിടെ പറയുന്നു അഡ്മിഷൻ ഫീ ടു ദി എക്സ്റ്റെന്റ് ക്യാപിറ്റലൈസ്ഡ് എന്ന്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ഫീ ആയിട്ട് ഇപ്പൊ ഒരു 1000 രൂപ കിട്ടിയെന്ന് ഇരിക്കട്ടെ. അഡ്മിഷൻ ഫീ ആയിട്ട് ഇപ്പൊ നമുക്കൊരു 1000 രൂപ കിട്ടി. എന്നിട്ട് പറയാണ് ഈ 1000 രൂപയ്ക്കകത്ത് ഒരു 800 രൂപ ക്യാപിറ്റലൈസ് ചെയ്തു. ഒരു 800 രൂപ ക്യാപിറ്റലൈസ് ചെയ്തു. അപ്പൊ ഒരു 200 രൂപ എന്ത് ചെയ്തിട്ടില്ല, ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. 800 രൂപ ക്യാപിറ്റലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കിട്ടിയ 1000 രൂപയിൽ 800 രൂപ ക്യാപിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ ഈ 800 രൂപ നിങ്ങൾ ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് എടുക്കണം. ബാക്കി 200 രൂപയെ നിങ്ങൾ റവന്യൂ റിസീപ്റ്റ് ആയിട്ട് എടുക്കണം. ഉണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അഡ്മിഷൻ ഫീ ടു ദി എക്സ്റ്റെന്റ് ക്യാപിറ്റലൈസ്ഡ്. അഡ്മിഷൻ ഫീയുടെ എത്ര ഭാഗമാണോ നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്തത് ആ പാർട്ടിനെ ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് ഇവിടെ എടുക്കണം. ഇനി നേരത്തെ പറഞ്ഞത് എങ്ങനെയാ? നേരത്തെ പറഞ്ഞത് അഡ്മിഷൻ ഫീ നോട്ട് ക്യാപിറ്റലൈസ്ഡ്. അതായത് അഡ്മിഷൻ ഫീയിൽ നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യാത്ത ഒരു 200 രൂപ ഉണ്ടല്ലോ, അത് റവന്യൂവിൽ എടുക്കണം. ക്യാപിറ്റലൈസ്, അപ്പൊ ക്വസ്റ്റ്യന് പറയും അഡ്മിഷൻ ഫീ 1000 രൂപ, അതിലൊരു 20% ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് ചിലപ്പോൾ പറയും. അല്ല, അഡ്മിഷൻ ഫീയുടെ 20% ക്യാപിറ്റലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ 20% ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് എടുക്കണം. ബാക്കി 80% റവന്യൂ റിസീപ്റ്റ് ആയിട്ട് എടുക്കണം. അതാണ് ഈ ഐറ്റം. ഇനി സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസെറ്റ്. നോക്കിയേ, ഈ ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്ന സാധനം എന്താ നമുക്കറിയാം. ലോങ് ടൈം പർപ്പസിന് വേണ്ടി നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരല്ലേ ഫിക്സഡ് അസെറ്റ്. ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ടി ലോങ് ടേം യൂസിന് വേണ്ടി ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, ഇതൊക്കെയല്ലേ ഫിക്സഡ് അസെറ്റ്. ലോങ് ടൈം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ അസറ്റുകളുടെ പ്രത്യേകത ചുമ്മാ എടുത്ത് ഈ അസറ്റ് അങ്ങ് വിൽക്കുമോ? നമ്മൾ എല്ലാ കൊല്ലം ലാൻഡ് വിൽക്കുമോ? എല്ലാ കൊല്ലം ഫർണിച്ചർ വിൽക്കുമോ? എല്ലാ കൊല്ലം ബിൽഡിംഗ് ഇങ്ങനെ വിൽക്കുമോ? 5-6 മാസം കൂടുമ്പോൾ ബിൽഡിംഗ് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുമോ? ഇല്ല. അത് കുറെ കൊല്ലം കഴിയുമ്പോൾ, ലോങ് പീരീഡ് ആണ് അവിടെ, അത് കുറെ കൊല്ലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ സാധനം എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അപ്പൊ ഫിക്സഡ് അസറ്റ് വിൽക്കുക എന്നുള്ളത് എപ്പോഴും സംഭവിക്കുന്ന ഒരു സാധനമല്ല. ചിലപ്പോൾ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലത്തിന് ഇടയ്ക്ക് ഒരിക്കലായിരിക്കും ചിലപ്പോൾ അത് സംഭവിക്കുക. കണ്ടോ? അപ്പൊ ഫിക്സഡ് അസറ്റ് വിറ്റ് പൈസ കിട്ടുക എന്നുള്ളത് എപ്പോഴും സംഭവിക്കുവോ? ഇല്ല, വല്ലപ്പോഴും മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ഏത് റിസീപ്റ്റ് ആണ്? ക്യാപിറ്റൽ
റിസീപ്റ്റ് ആണ്. അപ്പൊ ഒറ്റ കാര്യം ഓർത്താൽ മതി, എപ്പോഴും കിട്ടുന്നതാണോ വല്ലപ്പോഴും കിട്ടുന്നതാണോ. എപ്പോഴും കിട്ടുന്നതാണെങ്കിൽ റവന്യൂ റിസീപ്റ്റ്, വല്ലപ്പോഴും കിട്ടുന്നതാണെങ്കിൽ ക്യാപിറ്റൽ റിസീപ്റ്റ്. അത്രേ ഉള്ളൂ. ലെഗസീസ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ഈ സ്പെസിഫിക് പർപ്പസ് എന്ന വാക്ക് വരുമ്പോൾ തന്നെ ഉദ്ദേശിക്കണം പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള പൈസയാണ്. പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഏത് പൈസ വന്നു കഴിഞ്ഞാലും അതെല്ലാം ഏത് കാറ്റഗറിയിൽ എടുക്കാവൂ? ക്യാപിറ്റലിൽ എടുക്കാവൂ. പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള കംപ്ലീറ്റ് പൈസകളും ക്യാപിറ്റലിൽ എടുക്കാവൂ. ഗ്രാൻഡ്സ് റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ് ഫോർ മീറ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് എ ലൈബ്രറി ബിൽഡിംഗ്. ഇപ്പൊ ഒരു ക്ലബ്ബ് ഒരു ലൈബ്രറി ബിൽഡിംഗ് വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഗവൺമെന്റ് പറയാണ് നിങ്ങൾ ലൈബ്രറി ബിൽഡിംഗ് ആണ് വെക്കുന്നതെങ്കിൽ നല്ല കാര്യം, എങ്കിൽ ഞങ്ങൾ ഒരു 10 ലക്ഷം രൂപ തന്നോളാം എന്ന് ഗവൺമെന്റ് പറയുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തിരുന്ന് ഇപ്പൊ എന്ത് കിട്ടി? ഗ്രാന്റ് കിട്ടി. ഗവൺമെന്റ് പറയുമോ നിങ്ങൾ ലൈബ്രറി ബിൽഡിംഗ് വെച്ചോ, എല്ലാ മാസവും ഞങ്ങൾ ഓരോ ലക്ഷം രൂപ വെച്ച് തരാമെന്ന് ഗവൺമെന്റ് പറയും? എല്ലാ മാസവും തരത്തില്ല. ഏതെങ്കിലും ഒരു മാസം ഒരു നിശ്ചിത എമൗണ്ട് ആര് തരും? ഗവൺമെന്റ് ഒരു ഗ്രാന്റ് ആയിട്ട് തരും. കാരണം ആൾക്കാരെ വായനാശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ലൈബ്രറി വെക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്തെന്നിരിക്കും? കൊടുത്തെന്നിരിക്കും. അതെപ്പോഴും കൊടുക്കില്ല, വല്ലപ്പോഴും അല്ലേ കൊടുക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ അതും അങ്ങനെ കിട്ടുന്ന പൈസയും ക്യാപിറ്റൽ റിസീപ്റ്റ്. ഇനി എനി അതർ റിസീപ്റ്റ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ. ക്യാപിറ്റൽ നേച്ചറിലുള്ള മറ്റേത് റിസീപ്റ്റും ഏത് ഹെഡിൽ വരും? ക്യാപിറ്റൽ റിസീപ്റ്റ്. ഇനി നമുക്ക് അടുത്തത് എന്താണ് റവന്യൂ പേയ്മെന്റ്സ് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ 2 ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞു. ക്യാപിറ്റലിന്റെ ഐറ്റംസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് റവന്യൂ ഐറ്റത്തിലേക്ക് വരാം. റവന്യൂ ഐറ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ഓൾ പേയ്മെന്റ്സ് ഓഫ് റെക്കറിംഗ് നേച്ചർ. അതാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. റെക്കറിംഗ് നേച്ചർ, ആവർത്തിച്ചുണ്ടാകുന്നത്. അപ്പൊ ആവർത്തിച്ചുണ്ടാകുന്ന എല്ലാ ഐറ്റവും റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് ആണ്. ഇനി ആവർത്തിച്ച് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരേ പേയ്മെന്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരികയാണെങ്കിൽ ആ പേയ്മെന്റിനെ നമുക്ക് റവന്യൂ പേയ്മെന്റ് എന്ന് വിളിക്കാം. ഒരേ എമൗണ്ട് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കിട്ടുകയാണെങ്കിൽ ആ റിസീപ്റ്റിനെ നമുക്ക് റവന്യൂ റിസീപ്റ്റ് എന്ന് വിളിക്കാം. നോക്കാം. ഒന്നാമത്തത് റവന്യൂ പേയ്മെന്റ്. റവന്യൂ പേയ്മെന്റ് ഉദാഹരണം ഏതൊക്കെയാ? സാലറി, വേജസ് ആൻഡ് ഹോണോറേറിയം പെയ്ഡ്. ഇപ്പൊ സാലറി കൊടുക്കുന്നു, വേജസ് കൊടുക്കുന്നു, ഹോണോറേറിയം കൊടുക്കുന്നു. അപ്പൊ ഈ വക എമൗണ്ടുകളെല്ലാം നമ്മൾ പേ ചെയ്യുന്നതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. അങ്ങനെ ആവർത്തിച്ച് കൊടുക്കുന്ന എമൗണ്ടുകളെല്ലാം ഏത് പേയ്മെന്റ്? റവന്യൂ പേയ്മെന്റ്. ട്രാവലിംഗ് ആൻഡ് കൺവെയൻസ് അലവൻസസ്. ഇപ്പൊ അവിടെയുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വിടും. അപ്പൊ വീണ്ടും വീണ്ടും പല ട്രാവലിംഗും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് കൊടുക്കുന്ന എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് ട്രാവലിംഗ് ആൻഡ് കൺവെയൻസ് അലവൻസസ്. അത് വീണ്ടും വീണ്ടും അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ആവർത്തിച്ചുണ്ടാകുന്ന ചെലവായതുകൊണ്ട് അത് റവന്യൂ പേയ്മെന്റ്. റെന്റ് കൊടുക്കുന്നു, വാടക കൊടുക്കുക, ടാക്സ് അടയ്ക്കുക, ഇൻഷുറൻസ് അടയ്ക്കുക, ഇലക്ട്രിസിറ്റി ചാർജസ് അടയ്ക്കുക, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഫോട്ടോ കോപ്പി എടുക്കുക, സ്റ്റേഷനറി സാധനങ്ങൾ, പേന, പേപ്പർ, കാർബൺ പേപ്പർ, അതുപോലുള്ള സാധനങ്ങൾ മേടിക്കുക, പോസ്റ്റ് അയക്കുക, ടെലിഗ്രാം ചെയ്യുക, അവിടെ റിപ്പയർ വരുന്ന സാധനം, കംപ്ലൈന്റ് വരുന്ന സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുക. അപ്പൊ ഇതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചുണ്ടാകുന്ന അടുത്തൊരു പേയ്മെന്റ് ആണ്, അതും റവന്യൂ പേയ്മെന്റ്. അടുത്ത പേയ്മെന്റ് ഫോർ ഓർഗനൈസിംഗ് സ്പോർട്സ് മീറ്റ് ആൻഡ് ടൂർണമെന്റ്സ്. ഇതുമാതിരി മെയിൻ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇതിനൊക്കെയുള്ള ഫുട്ബോൾ മത്സരങ്ങളും ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ വോളിബോൾ ടൂർണമെന്റുകളൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി ചെലവാകുന്ന പൈസ, കാരണം ഒരു ടൂർണമെന്റ് തീരുമ്പോഴത്തേക്ക് അടുത്ത ടൂർണമെന്റ് തുടങ്ങും. അപ്പൊ അതിന് വേണ്ടി ചെലവാകുന്ന പൈസകളെല്ലാം വീണ്ടും വീണ്ടും ചെലവാകുന്ന പൈസയാണ്. അപ്പൊ അതെല്ലാം റവന്യൂ പേയ്മെന്റ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ആൻഡ് ഓൺ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ബാങ്കിൽ ഇരുന്ന് ബാങ്ക് ഓവർഡ്രാഫ്റ്റോ ലോണോ വല്ലത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുത്ത ലോണിന് എല്ലാ മാസവും മന്ത്ലി ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടേ? ശരിയല്ലേ? മന്ത്ലി ഇൻട്രസ്റ്റ് അടയ്ക്കണം. ആ മന്ത്ലി അടയ്ക്കുന്ന ഇൻട്രസ്റ്റുകളെല്ലാം എല്ലാ മാസവും അടയ്ക്കേണ്ടതായതുകൊണ്ട് റവന്യൂ പേയ്മെന്റ്. പിന്നെ എനി അതർ പേയ്മെന്റ് ഓഫ് റവന്യൂ നേച്ചർ. റവന്യൂ നേച്ചറിലുള്ള ഏതൊരു പേയ്മെന്റും ഈ കാറ്റഗറിയിൽ വരും. അപ്പൊ ആവർത്തിച്ചുണ്ടാകുന്ന എല്ലാ ടൈപ്പ് ഓഫ് പേയ്മെന്റുകളും റവന്യൂ പേയ്മെന്റുകളാണ്. അടുത്തത് ക്യാപിറ്റൽ പേയ്മെന്റ്. അപ്പൊ ക്യാപിറ്റൽ പേയ്മെന്റിന്റെ പ്രത്യേകത എന്താ? ഇത് ആവർത്തിച്ചുണ്ടാകുന്ന പേയ്മെന്റുകളല്ല, വല്ലപ്പോഴും ഉണ്ടാകുന്ന പേയ്മെന്റുകളാണ്. വല്ലപ്പോഴും ഉണ്ടാകുന്ന പേയ്മെന്റുകളെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ പേയ്മെന്റ്. നോക്കി, കൺസ്ട്രക്ഷൻ എക്സ്പെൻസ്. കൺസ്ട്രക്ഷൻ എക്സ്പെൻസ് നമുക്ക് എപ്പോഴേ ഉണ്ടാവുള്ളൂ? പുതിയ ബിൽഡിംഗ് വല്ലതും നമ്മൾ കെട്ടുകയാണെങ്കിൽ. ശരിയല്ലേ? പുതിയ ബിൽഡിംഗ്, പുതിയ ക്ലബ്ബുകളുടെ, പുതിയ വായനശാല, അപ്പൊ അങ്ങനെ പുതിയ സാധനങ്ങളെല്ലാം കെട്ടുമ്പോൾ, പുതിയ ബിൽഡിങ്ങുകൾ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകളാണ് കൺസ്ട്രക്ഷൻ എക്സ്പെൻസ്. നമ്മൾ ചുമ്മാ ബിൽഡിങ്ങുകൾ അങ്ങനെ കെട്ടിക്കൊണ്ടേ ഇരിക്കുകയല്ല. അത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒന്നും അല്ല നടത്തുന്നത്, ചുമ്മാ ബിൽഡിങ്ങുകൾ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നോക്കി, അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പൈസകളെല്ലാം വല്ലപ്പോഴും ഉണ്ടാകുന്ന എക്സ്പെൻസുകളാണ്. അതിനെയാണ് കൺസ്ട്രക്ഷൻ എക്സ്പെൻസ്. ആ കൺസ്ട്രക്ഷൻ എക്സ്പെൻസുകളെല്ലാം നമ്മുടെ ക്യാപിറ്റൽ പേയ്മെന്റ്. ഇനി പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റിലേക്ക് ഫർണിച്ചർ, ഓഫീസ് എക്യുപ്മെന്റ് എക്സെട്ര. ഈ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. കാരണം ഈ ഫിക്സ്ഡ് അസറ്റുകളെല്ലാം നമ്മൾ എന്താവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാ? ലോങ് ടേം പർപ്പസ്. ലോങ് ടേം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഫിക്സ്ഡ് അസറ്റ്. ആ ലോങ് ടേം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് അതെല്ലാം ക്യാപിറ്റൽ പേയ്മെന്റ്. പിന്നെ
അടുത്തത് പർച്ചേസ്, അവിടെ എഴുതിയിട്ടില്ല, പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ ഐറ്റംസ് ബ്രാക്കറ്റിൽ അതേഴ്സ്. ഇനി വേറെ വല്ല ഇതുപോലുള്ള ക്യാപിറ്റൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, എമൗണ്ട്സ് അഡ്വാൻസ് ടു അതേഴ്സ് ആസ് ലോൺസ്. ഉണ്ട്, ഔട്ട്സൈഡേഴ്സിന് ലോൺ കൊടുക്കുന്നു. പല ആൾക്കാർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലോൺ കൊടുക്കാറുണ്ട്. ഈ ലോൺ കൊടുക്കുന്ന നമ്മൾ സ്ഥിരം കൊടുക്കാറില്ലല്ലോ, വല്ലപ്പോഴും വലിയ ആൾക്കാർക്ക് ലോൺ കൊടുക്കാറുള്ളൂ. അപ്പൊ അതും ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. പർച്ചേസ് ഓഫ് സ്പോർട്സ് ഗുഡ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്. സ്പോർട്സ് ഗുഡ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഇപ്പൊ വോളിബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ്, ഇത് എല്ലാ മാസവും മേടിക്കുകയില്ല, അല്ലെങ്കിൽ എല്ലാ വർഷവും ഇത് മേടിക്കുകയില്ല, ഇടയ്ക്കിടയ്ക്ക് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ക്യാപിറ്റൽ പേയ്മെന്റിൽ വരുന്നത്. ഇനി ഈ നേച്ചറിലുള്ള വേറെ ഏതെങ്കിലും പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതും. അപ്പൊ സിംപ്ലി നമ്മുടെ ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവുമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാപിറ്റൽ ഐറ്റത്തിനെ രണ്ടായിട്ട് തിരിക്കാം. ക്യാപിറ്റൽ പേയ്മെന്റ് ഉണ്ട്, ക്യാപിറ്റൽ റിസീപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ റവന്യൂ ഐറ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. റവന്യൂ ഐറ്റത്തിനും റവന്യൂ പേയ്മെന്റ് ഉണ്ട്, റവന്യൂ റിസീപ്റ്റ് ഉണ്ട്. ഈ 4 ക്ലാസിഫിക്കേഷനും നമ്മൾ ചെയ്തിരിക്കുന്നത് ഒറ്റ സാധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ ഫാക്ടർ? റെക്കറിംഗ്. റെക്കറിംഗ് അല്ലെങ്കിൽ നോൺ റെക്കറിംഗ്. ഉണ്ടോ? ഇതിൽ റവന്യൂ പേയ്മെന്റ് ആയാലും റവന്യൂ റിസീപ്റ്റ് ആയാലും അതെല്ലാം റെക്കറിംഗ് ആയിരിക്കും. ക്യാപിറ്റൽ പേയ്മെന്റ് ആയാലും ക്യാപിറ്റൽ റിസീപ്റ്റ് ആയാലും അതെല്ലാം നോൺ റെക്കറിംഗ് ആയിരിക്കും. ഉണ്ടോ? അപ്പൊ ആവർത്തിച്ചുണ്ടാകുന്ന എല്ലാം റവന്യൂ ഐറ്റം, വല്ലപ്പോഴും ഉണ്ടാകുന്ന എല്ലാം ക്യാപിറ്റൽ ഐറ്റം. ഇനി എന്തിനാണ് നമ്മൾ ഇത് പഠിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ തൊട്ട് മുമ്പിലേക്ക് ആദ്യത്തെ ഒരു സ്ലൈഡിലേക്ക് പോകാം. 4 ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ടെന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ക്യാപിറ്റൽ ഐറ്റം, റവന്യൂ ഐറ്റത്തിൽ തന്നെ ക്യാപിറ്റൽ റിസീപ്റ്റ്, റവന്യൂ റിസീപ്റ്റ്, ക്യാപിറ്റൽ പേയ്മെന്റ്, റവന്യൂ പേയ്മെന്റ്, ഇങ്ങനെ 4 ഐറ്റമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഈ 4 ഐറ്റത്തിൽ ഈ 4 ഐറ്റവും നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കും. അതാണ് പ്രത്യേകത. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് റവന്യൂ റിസീപ്റ്റ് ആയാലും ക്യാപിറ്റൽ റിസീപ്റ്റ് ആയാലും റവന്യൂ പേയ്മെന്റ് ആയാലും ക്യാപിറ്റൽ പേയ്മെന്റ് ആയാലും നമ്മൾ എടുക്കും. അത് റിസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ എന്ന് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അത് റവന്യൂ ആണോ പേയ്മെന്റ് ക്യാപിറ്റൽ ആണോ എന്ന് നമ്മൾ ഒരിക്കലും റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കാറില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിന്റെ പേര് ഇതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് സിമിലർ ടു എ പി ആൻഡ് എൽ അക്കൗണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച പി ആൻഡ് എൽ അക്കൗണ്ടിന് സിമിലർ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ പി ആൻഡ് എൽ അക്കൗണ്ട് ഇല്ലേ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച, ഈ പി ആൻഡ് എൽ അക്കൗണ്ടിന് വേറൊരു പേരുണ്ട്, അറിയാവോ? പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് റവന്യൂ അക്കൗണ്ട്. ഇങ്ങനെ ഒരു പേരുണ്ട് പി ആൻഡ് എൽ. പഠിച്ചിട്ടുണ്ടോ അത്? റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ്. അതിന് എന്തുകൊണ്ടാണ് റവന്യൂ അക്കൗണ്ട് എന്ന് വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പി ആൻഡ് എൽ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കൂ. റവന്യൂ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ മുകളിൽ നമ്മൾ പറഞ്ഞ പോലെ റവന്യൂ റിസിപ്റ്റും റവന്യൂ പേയ്മെന്റും. ഈ 4 ഐറ്റത്തിലെ ഈ റവന്യൂ റിസിപ്റ്റും റവന്യൂ പേയ്മെന്റും മാത്രമേ ഏത് അക്കൗണ്ടിൽ എടുക്കൂ? പി ആൻഡ് എൽ അക്കൗണ്ടിൽ എടുക്കൂ. അതുകൊണ്ടാണ് പി ആൻഡ് എൽ അക്കൗണ്ടിന് ഏത് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്? റവന്യൂ അക്കൗണ്ട്. ഒരിക്കലും ഒരു ക്യാപിറ്റൽ റിസിപ്റ്റോ ക്യാപിറ്റൽ പേയ്മെന്റോ നമ്മൾ എവിടെ എടുക്കില്ല? പി ആൻഡ് എൽ അക്കൗണ്ടിൽ എടുക്കില്ല. അതുപോലെ തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും നിങ്ങൾ ഒരിക്കലും ഒരു ക്യാപിറ്റൽ ഐറ്റം എടുക്കില്ല. നിങ്ങൾ അവിടെയും റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കൂ. അപ്പൊ റവന്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂ പേയ്മെന്റും റവന്യൂ റിസിപ്റ്റും മാത്രം കാണിക്കാനുള്ള അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇനി ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ട് പോലെ തന്നെ ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് ആകുമ്പോൾ നോമിനൽ അക്കൗണ്ടിന് ഒരു റൂൾ ഉണ്ട്. ഇതാണ് നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്. ഇതാണ് നമ്മുടെ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇങ്ങനെ ഒരു റൂൾ നിങ്ങൾ കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ടാവും. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ് ഏത് അക്കൗണ്ടിന്റെ റൂള്? നോമിനൽ അക്കൗണ്ടിന്റെ റൂള്. ഈ നോമിനൽ അക്കൗണ്ടിന്റെ റൂളിൽ പറയുന്ന ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ്, എക്സ്പെൻസിനെയും ലോസുകളെയും എന്ത് ചെയ്യുക?
ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ഇൻകത്തിനെയും ഗെയിൻസിനെയും എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. കണ്ടോ? അപ്പൊ എക്സ്പെൻസുകളെയും ലോസുകളെയും ഡെബിറ്റ് ചെയ്യണം, ഇൻകത്തിനെയും ഗെയിൻസിനെയും ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ടാവും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. അതിൽ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ എഴുതേണ്ടത് എക്സ്പെൻസും ലോസും, അതാണ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ എഴുതേണ്ടത് ഇൻകംസും ഗെയിൻസ്. അപ്പൊ നോക്കി, റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ടായിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുക. അപ്പൊ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റിസീപ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ റിസീപ്റ്റും കാണും, റവന്യൂ റിസീപ്റ്റും കാണും. അതിൽ നിന്ന് റവന്യൂ റിസീപ്റ്റ് മാത്രം എടുത്ത് ഇതിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ഇൻകത്തിന്റെ സൈഡിൽ എഴുതുക. അതുപോലെ തന്നെ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ പേയ്മെന്റും കാണും, റവന്യൂ പേയ്മെന്റും കാണും. അതിൽ നിന്ന് റവന്യൂ പേയ്മെന്റ് മാത്രം എടുത്ത് ഇതിന്റെ ഡെബിറ്റ് സൈഡായ എക്സ്പെൻസ് സൈഡിൽ എഴുതുക. ഇങ്ങനെയാണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏത് ഐറ്റം മാത്രമേ എടുക്കാവൂ? റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കാവൂ, റവന്യൂ റിസീപ്റ്റും റവന്യൂ പേയ്മെന്റും. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണെങ്കിലോ അവിടെ റവന്യൂ റിസീപ്റ്റ് എടുക്കും, ക്യാപിറ്റൽ റിസീപ്റ്റ് എടുക്കും, റവന്യൂ പേയ്മെന്റ് എടുക്കും, ക്യാപിറ്റൽ പേയ്മെന്റ് എടുക്കും. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. നോക്കൂ, ഇവിടെ അതിന്റെ സ്റ്റെപ്സ് ആണുള്ളത്. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നതിന്റെ സ്റ്റെപ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും തൊട്ട് താഴെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് അക്കൗണ്ട് വെച്ചുകൊണ്ട് തന്നെ ഈ തിയറി ഒന്ന് പഠിക്കാം, അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റിലേക്ക് വരാം. സ്റ്റെപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നോക്കിയോ, പെർസ്യൂ ദി റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തറലി. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എന്തിനാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട്, ക്യാപിറ്റൽ ഐറ്റംസ് ഏതൊക്കെയാണ്, റവന്യൂ ഐറ്റംസ് ഏതൊക്കെയാണ്. കാരണം നമുക്കൊരു കാര്യം അറിയാം, ഇതിൽ നിന്ന് റവന്യൂ ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാവൂ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പെർസ്യൂ ദി റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തറലി ഈ രണ്ട് അക്കൗണ്ടും അല്ലെങ്കിൽ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒന്ന് നോക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ട്, എക്സ്ക്ലൂഡ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആസ് ദേ ആർ നോട്ട് ആൻ ഇൻകം. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് ആയ ബാലൻസ് ബ്രോഡ് ഡൗൺ എമൗണ്ട് ഉണ്ടോ? ഓപ്പണിംഗ് ബാലൻസ് ആയ ബാലൻസ് ബ്രോഡ് ഡൗണിന്റെ എമൗണ്ട്, ഈ എമൗണ്ട്, ബാലൻസ് ബ്രോഡ് ഡൗണിന്റെ ബാങ്കിലെ എമൗണ്ട് ഉണ്ടോ? ഈ രണ്ട് എമൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടോ, ബാലൻസ് ക്യാരി ഡൗൺ, ഈ രണ്ട് എമൗണ്ട്. ഈ 4 എമൗണ്ടും ആദ്യമേ വിട്ടേക്കണം. കാരണം ഈ എമൗണ്ട് ഒരു കാരണവശാലും ഏത് അക്കൗണ്ടിൽ കൊണ്ടുവരരുത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കാരണം ഈ അക്കൗണ്ടിന്റെ പേരെന്താ നോക്കിയേ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഈ വർഷത്തെ നിങ്ങളുടെ ഇൻകവും ഈ വർഷത്തെ നിങ്ങളുടെ എക്സ്പെൻസും കാണിക്കാനുള്ള അക്കൗണ്ടാണിത്. ഈ ഓപ്പണിംഗ് ക്യാഷും ക്ലോസിംഗ് ക്യാഷും എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ വർഷത്തിന്റെ തുടക്കം നിങ്ങളുടെ കയ്യിൽ ഉള്ള പൈസയാണ്. ക്ലോസിംഗ് ക്യാഷ് എന്ന് പറഞ്ഞാൽ വർഷത്തിന്റെ അവസാനം നിങ്ങളുടെ കയ്യിലുള്ള പൈസയാണ്. ഈ കയ്യിലുള്ള പൈസ ഒരിക്കലും നമ്മുടെ ഇൻകമോ എക്സ്പെൻസോ അല്ല. അപ്പൊ ഇൻകവും എക്സ്പെൻസും മാത്രം കാണിക്കാനുള്ള അക്കൗണ്ടാണിത്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഏത് ഐറ്റം കാണിക്കരുത്? ഈ രണ്ട് ഐറ്റം ഒരു കാരണവശാലും ഏത് അക്കൗണ്ടിൽ കാണിക്കരുത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കരുത്. അപ്പൊ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ആദ്യമേ തന്നെ ഈ രണ്ട് ഐറ്റവും ഒഴിവാക്കണം. ഇനി അടുത്ത പോയിന്റ് വായിക്കാം. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? എക്സ്ക്ലൂഡ് ദി ക്യാപിറ്റൽ റിസീറ്റ് ആൻഡ് ക്യാപിറ്റൽ പേയ്മെന്റ് ആസ് ദേ ആർ ടു ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇതിനകത്തുള്ള ക്യാപിറ്റൽ റിസീപ്റ്റുകളും ക്യാപിറ്റൽ പേയ്മെന്റുകളും ഒഴിവാക്കണം. അതായത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത, അവിടെ ക്യാപിറ്റൽ റിസീപ്റ്റ് ക്യാപിറ്റൽ പേയ്മെന്റ് എല്ലാം ഒരുമിച്ച് എഴുതിയിരിക്കുന്ന അക്കൗണ്ടാണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. പക്ഷേ ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലുള്ള എല്ലാ ക്യാപിറ്റൽ റിസീപ്റ്റുകളും റവന്യൂ റിസീപ്റ്റുകളും നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വേണ്ട. നമുക്ക് ഒരിക്കലും ക്യാപിറ്റൽ റിസീപ്റ്റുകൾ ഏത് അക്കൗണ്ടിൽ കൊണ്ടുവരണ്ട? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൊണ്ടുവരണ്ട. റവന്യൂ റിസീപ്റ്റും റവന്യൂ പേയ്മെന്റും മാത്രം എവിടെ കൊണ്ടുവന്നാൽ മതി? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പൊ ഈ ക്യാപിറ്റൽ പേയ്മെന്റും ക്യാപിറ്റൽ റിസീപ്റ്റും എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? അത് കൊണ്ടുപോകേണ്ട സ്ഥലമാണ് ഇത്, ബാലൻസ് ഷീറ്റ്. കണ്ടോ? അപ്പൊ ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മാത്രമല്ല ബാലൻസ് ഷീറ്റ് വരയ്ക്കാനും പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് റവന്യൂ ഐറ്റംസ് എല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കൊണ്ടുപോകണം, ക്യാപിറ്റൽ ഐറ്റംസ് എല്ലാം
ബാലൻസ് ഷീറ്റിലും കൊണ്ടുപോകണം. അതവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ്ക്ലൂഡ് ദി ക്യാപിറ്റൽ റിസീറ്റ് ആൻഡ് ക്യാപിറ്റൽ പേയ്മെന്റ്. ഇതിൽ നിന്ന് ക്യാപിറ്റൽ റിസീറ്റും ക്യാപിറ്റൽ പേയ്മെന്റ് ഒഴിവാക്കണം. ഏതിൽ നിന്ന്? റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന്. എന്തിനാ? ആസ് ദേ ആർ ടു ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അത് എവിടെ കാണിക്കേണ്ട ഐറ്റം? ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഐറ്റം. ഇനി എന്താണ് അപ്പൊ നമ്മൾ എടുക്കേണ്ടത്? ഇനി കൺസിഡർ ഓൺലി ദി റവന്യൂ റിസീറ്റ്. ഏത് മാത്രം എടുക്കുക? റവന്യൂ റിസീപ്റ്റ് മാത്രം എടുക്കുക. ടു ബി ഷോൺ ഓൺ ദി, അത് എവിടെ കാണിക്കും? ഇൻകം സൈഡ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ശരിയല്ലേ? നമ്മുടെ കയ്യിലുള്ള ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഈ റിസീപ്റ്റുകൾ കണ്ടോ? ഈ റിസീപ്റ്റിനകത്തുള്ള റവന്യൂ റിസീപ്റ്റുകൾ മാത്രം എടുത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ കാണിക്കണം? ഇൻകം സൈഡിൽ കാണിക്കണം. കാരണം റിസീപ്റ്റ് അല്ലേ നമ്മുടെ ഇൻകം. അപ്പൊ ഇതിൽ നിന്ന് റവന്യൂ റിസീപ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ആവർത്തിച്ച് കിട്ടുന്ന റവന്യൂ റിസീപ്റ്റുകൾ ഏതൊക്കെയാണോ അതെടുത്ത് ഈ ഇൻകം സൈഡിൽ കാണിക്കണം. ശരിയല്ലേ? ഇനി ഈ ഐറ്റം എടുത്ത് ഇൻകം സൈഡിൽ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വല്ല അഡ്ജസ്റ്റ്മെന്റ് വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടി കൺസിഡർ ചെയ്തേക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അത് അടുത്ത പോയിന്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം അടുത്ത പോയിന്റിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൺസിഡർ ഓൺലി ദി റവന്യൂ റിസീപ്റ്റ് ടു ബി ഷോൺ. Consider only the revenue receipt to be shown on the income side of income and expenditure account. ഇനി സം ഓഫ് ദീസ് നീഡ് ടു ബി അഡ്ജസ്റ്റഡ്. ഈ കൊണ്ടുവരുന്ന ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. സം ഓഫ് ദീസ് നീഡ് ടു ബി അഡ്ജസ്റ്റഡ് ബൈ എക്സ്ക്ലൂഡിങ്, ഒഴിവാക്കണം. ഏത് ഒഴിവാക്കണം? ദി എമൗണ്ട് റിലേറ്റിംഗ് ടു ദി പ്രിസീഡിംഗ് ആൻഡ് സക്സീഡിംഗ് പീരീഡ്. അതായത് ആ എമൗണ്ടിനകത്ത് കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ടോ അടുത്ത കൊല്ലത്തെ എമൗണ്ടോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഓർമ്മയുണ്ടോ നമ്മൾ സബ്സ്ക്രിപ്ഷന്റെ പ്രോബ്ലം ചെയ്തത്? അടുത്ത കൊല്ലത്തെ എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒക്കെ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞില്ലേ? അപ്പൊ അതേ പരിപാടി തന്നെ ഇവിടെയും ചെയ്യേണ്ടത്. ഈ റിസീപ്റ്റ് സൈഡിൽ കിടക്കുന്ന എമൗണ്ടുകളെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റിസീപ്റ്റ് സൈഡിൽ കിടക്കുന്ന എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഈ എമൗണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതിൽ അടുത്ത കൊല്ലത്തെയോ കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ടോ എല്ലാം ചേർന്ന് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയേക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ കൊല്ലത്തെ എമൗണ്ട് മാത്രമേ വരാവൂ. പക്ഷെ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ അങ്ങനെയല്ല. അത് ഏത് കൊല്ലത്തെ എമൗണ്ട് ആയാലും കിട്ടിയതാണെങ്കിൽ നമ്മൾ റിസീപ്റ്റ് സൈഡിൽ എഴുതി വെക്കും. പക്ഷെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് പറ്റില്ല. ഈ കൊല്ലത്തെ എമൗണ്ട് മാത്രമേ എഴുതാവൂ. അപ്പൊ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ എന്ന റേറ്റ് ഇവിടെ കിടക്കുന്നില്ലേ? റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഈ ഐറ്റം സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ. ഈ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഐറ്റത്തിന്റെ എമൗണ്ടിനകത്ത് ഈ കൊല്ലത്തെയും കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഈ കൊല്ലത്തെ എമൗണ്ട് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാവൂ. ഒരിക്കലും കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ടും കൂടെ ചേർത്തുള്ള ഫുൾ എമൗണ്ട് എടുത്ത് ഇങ്ങോട്ട് എഴുതി വെക്കരുത്. അതാ പറയുന്നത്. എക്സ്ക്ലൂഡിങ് ദി എമൗണ്ട് റിലേറ്റിംഗ് ടു ദി പ്രിസീഡിംഗ് ആൻഡ് സക്സീഡിംഗ് പീരീഡ്. സക്സീഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം, പ്രിസീഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ മുൻ വർഷം. അപ്പൊ മുൻ വർഷത്തെയോ അടുത്ത വർഷത്തെ എമൗണ്ട് അതിനകത്തുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ. ആൻഡ് ഇൻക്ലൂഡിങ്, പിന്നെ ഏത് ഇൻക്ലൂഡ് ചെയ്യും വേണം? ദി എമൗണ്ട് റിലേറ്റ് ടു ദി കറന്റ് ഇയർ നോട്ട് യെറ്റ് റിസീവ്ഡ്. ഈ വർഷത്തെ ഏതെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയും വേണം. അതാണ് നമ്മൾ പഠിച്ച ഔട്ട്സ്റ്റാൻഡിങ്. ഓർമ്മയുണ്ടോ? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ പറഞ്ഞില്ലേ? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളത്. ആ എമൗണ്ട് വല്ലതുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുകയും വേണം. ഓർമ്മയുണ്ടോ? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്തില്ലേ നമ്മൾ? കണ്ടോ? ഇൻക്ലൂഡിംഗ് ദി എമൗണ്ട് റിലേറ്റിംഗ് ടു ദി കറന്റ് ഇയർ നോട്ട് യെറ്റ് റിസീവ്ഡ്. കറന്റ് ഇയറിലെ ഏതെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യും വേണം. അപ്പൊ ഇത്രയുള്ള പോയിന്റ് പറയുന്നത്, റിസീപ്റ്റ് സൈഡിൽ നിന്ന് റവന്യൂ റിസീപ്റ്റുകൾ മാത്രം എടുത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡ് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ആ എമൗണ്ടിനകത്ത്, എഴുതുന്ന എമൗണ്ടിനകത്ത് കഴിഞ്ഞ കൊല്ലത്തെയോ അടുത്ത കൊല്ലത്തെയോ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഇനി ഈ കൊല്ലത്തെ എമൗണ്ട് തന്നെ ഏതെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇത്രയും പോയിന്റുകൾ അവിടെ പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക്, ടേക്ക് ദി റവന്യൂ എക്സ്പെൻസ്. ഇനി നമുക്ക് എക്സ്പെൻസിലേക്ക് വരാം, നമ്മുടെ പേയ്മെന്റ് സൈഡിലേക്ക് വരാം. ടേക്ക് ദി റവന്യൂ എക്സ്പെൻസ്. പേയ്മെന്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഏത് മാത്രം എടുക്കാവൂ? റവന്യൂ എക്സ്പെൻസുകൾ മാത്രം എടുക്കാവൂ. അത് എങ്ങോട്ട് എടുക്കണം? ടു ദി എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ വേണം ആ എമൗണ്ട് എടുക്കാൻ. കാരണം പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഈ പേയ്മെന്റ് സൈഡിൽ നിന്ന് റവന്യൂ പേയ്മെന്റുകൾ ഏതൊക്കെയാണോ അത് മാത്രം എടുത്ത് ഈ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. ഉണ്ടോ? ടേക്ക് ദി റവന്യൂ എക്സ്പെൻസ് ടു ദി എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് ഡ്യൂ അഡ്ജസ്റ്റ്മെന്റ് ആസ് പെർ ദി അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡഡ്. അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളതനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റുകളും അവിടെ കൊടുക്കണം. കൂട്ടുകയോ കുറയ്ക്കോ വല്ലതും ഉണ്ടെങ്കിൽ അതും ചെയ്യണം. റിലേറ്റിംഗ് ടു ദി, എന്തുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റാ? റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ടോ ദോസ് നോട്ട് യെറ്റ് റിസീവ്ഡ്, കിട്ടാനുള്ളതോ മുൻകൂട്ടി കിട്ടിയതോ വല്ലതും ഉണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ്ങോ
ഈ റിസീവ്ഡ് ഇൻ അഡ്വാൻസോ വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയിട്ടുള്ള എമൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാവൂ. കിട്ടിയോ? ഇനി അടുത്ത പോയിന്റ് നോക്കാം, ആറാമത്തെ പോയിന്റ്. ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇല്ലാത്ത ചില സാധനങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരും. അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എഴുതാത്ത ചില കാര്യങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരും. അങ്ങനെ ഏതെങ്കിലും ഐറ്റം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതും എടുത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ മറക്കരുത്. അത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കാത്ത ഐറ്റം. അത് ഏതൊക്കെ ഐറ്റമാണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കാതെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ മാത്രം എടുക്കുന്നത്? ഒരു 3 ഐറ്റം ഉണ്ട്, ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 1 ഡിപ്രീസിയേഷൻ, 2 പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കഴിഞ്ഞ കൊല്ലം പഠിച്ച എമൗണ്ട്, ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് വിറ്റ വകയിൽ ഉണ്ടായ ലാഭമോ നഷ്ടമോ. ഈ 3 ഐറ്റം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ 3 ഐറ്റം മറക്കരുത്. എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഐറ്റം നമ്മൾ ഒരിക്കലും റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കില്ല. പകരം ഈ 3 ഐറ്റം നമ്മൾ എടുക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക്. അപ്പൊ ഈ 3 ഐറ്റം ഒരിക്കലും റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ മാത്രമേ ഈ ഐറ്റം എന്ത് ചെയ്യാറുള്ളൂ, എടുക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ 3 ഐറ്റം ഒരിക്കലും മറക്കരുത്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ 3 ഐറ്റം വല്ലതും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും എങ്ങോട്ട് എടുക്കാൻ മറക്കരുത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഒരു സാമ്പിൾ ഫോർമാറ്റും ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഒരു സാമ്പിൾ ഫോർമാറ്റും നോക്കാം. എങ്ങനെയാണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും വരയ്ക്കുന്നത് നോക്കാം. നോക്കി, സാമ്പിൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഉണ്ട്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഉണ്ട്. അപ്പൊ ഇതിൽ ആദ്യം കാണുന്നത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്, രണ്ടാമത് കാണുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഈ 2 അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കിയോ. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇതായിരിക്കും ക്വസ്റ്റ്യനിൽ തരിക, റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമേ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് ആയ ബാലൻസ് ക്യാരി ഡൗൺ, ഈ 2 എമൗണ്ടും ഒരു കാരണവശാലും ഏത് അക്കൗണ്ടിൽ കാണിക്കില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. നോക്കി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എവിടെയെങ്കിലും ആ ബാലൻസ് ബ്രോട്ട് ഡൗൺ ബാലൻസ് ക്യാരി ഡൗൺ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി അടുത്തത് ഈ ഇൻകം ആൻഡ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റിസീപ്റ്റ് സൈഡിലെ ഓരോരോ ഐറ്റമായിട്ട് നോക്കുക. ഇതിൽ ഏതൊക്കെയാണോ റവന്യൂ റിസീപ്റ്റ് അതായത് ആവർത്തിച്ച് കിട്ടുന്ന റിസീപ്റ്റുകൾ, അതെല്ലാം എടുത്ത് ഇൻകം സൈഡിൽ 1 by 1 ആയിട്ട് എഴുതണം. ഒന്നാമത്തെ ഐറ്റം നോക്കിയേ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ പിരിവ, അതാണ് ഇവന്മാരെ മെയിൻ ഇൻകം. അത് വീണ്ടും വീണ്ടും കിട്ടുന്നതാണ്. അപ്പൊ അത് എടുക്കാം. ആ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒന്നാമത്തെ ഐറ്റം ആയിട്ട് എഴുതി. ഇവിടെ അടുത്ത ഐറ്റം ഏതാ, എൻട്രൻസ് ഫീ. പുതിയ പുതിയ ആൾക്കാർ മെമ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിനകത്ത് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും, എൻട്രൻസ് ഫീ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് രണ്ടാമത്തെ ഐറ്റം. ഡൊണേഷൻ, അപ്പൊ ഇവർക്ക് സ്ഥിരം ഡൊണേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഡൊണേഷൻ തന്നെ 2 തരം ഡൊണേഷൻ ഉണ്ട്, ജനറൽ ഡൊണേഷനും ഉണ്ട്, സ്പെസിഫിക് ഡൊണേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് കിട്ടുന്ന ഡൊണേഷൻ, അത് റവന്യൂ ഐറ്റം അല്ല, ക്യാപിറ്റൽ ഐറ്റം ആണ്, അത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് എടുക്കാവൂ. അപ്പൊ ഇവിടെ ഇത് ഏത് ഡൊണേഷൻ എന്ന് അറിയില്ലല്ലോ, ജനറൽ ഡൊണേഷൻ ആണോ സ്പെസിഫിക് ഡൊണേഷൻ ആണോ, വെറും ഡൊണേഷൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ജനറൽ ഡൊണേഷൻ ആയിട്ട് എടുക്കാവൂ കേട്ടോ. അപ്പൊ ഡൊണേഷൻ ആവർത്തിച്ച് കിട്ടുന്ന വീണ്ടും വീണ്ടും കിട്ടുന്ന പൈസയാണ്, അതുകൊണ്ട് ഡൊണേഷൻ നമുക്ക് എടുക്കാം. അപ്പൊ ആ ഡൊണേഷൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എടുത്തു. എമൗണ്ട് എല്ലാം സെയിം തന്നെയാണ്, ഇവിടുത്തെ അതേ എമൗണ്ട് തന്നെയാണ്, ഇവിടെ ഒരു മാറ്റമില്ല. അഡ്ജസ്റ്റ്മെന്റ് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ എമൗണ്ടിൽ മാറ്റം വരും. ഇപ്പൊ ഇവിടെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. ഇനി റെന്റ് ഓഫ് എ ഹോൾ വാടകയ്ക്ക് കൊടുത്ത വകയിൽ കിട്ടിയ വാടക. അപ്പൊ ഓരോ പരിപാടി തീരുമ്പോൾ വേറെ വേറെ ആൾക്കാർക്ക് നമ്മൾ ഹോൾ വാടകയ്ക്ക് കൊടുക്കും. അപ്പൊ അതിൽ കിട്ടിയ റെന്റ്, അതും വീണ്ടും വീണ്ടും കിട്ടുന്ന ഇൻകം ആണ്. അപ്പൊ റെന്റ് ഓഫ് ഹോൾ. ലാസ്റ്റ് ഐറ്റം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുമ്പോൾ കിട്ടിയ പൈസ. ഇൻവെസ്റ്റ്മെന്റ് ഫിക്സ്ഡ് അസറ്റാ. ഫിക്സ്ഡ് അസറ്റ് ഒരിക്കലും നമ്മൾ ചുമ്മാ വിൽക്കില്ല, വല്ലപ്പോഴും ഒക്കെ ഫിക്സ്ഡ് അസറ്റ് വിൽക്കാറുള്ളൂ. അതുകൊണ്ട് ഫിക്സ്ഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ ഒരിക്കലും നമുക്ക് റവന്യൂ ഐറ്റം അല്ല, അതൊരു ക്യാപിറ്റൽ ഐറ്റം ആണ്. അതുകൊണ്ട് അത് ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ട, എടുക്കണ്ട. ഇനി ഇപ്പുറത്ത് വരുമ്പോ സാലറി വീണ്ടും വീണ്ടും കൊടുക്കേണ്ടി വരുന്ന ഒരു പേയ്മെന്റ് ആണ്. അപ്പൊ സാലറി എടുക്കാം. റെന്റ് വീണ്ടും കൊടുക്കേണ്ടി വരുന്നത് എടുക്കാം. ഇലക്ട്രിസിറ്റി വീണ്ടും കൊടുക്കണം, അതും എടുക്കാം. ടാക്സ് എല്ലാ കൊല്ലവും അടയ്ക്കണം, അതും എടുക്കാം. സ്റ്റേഷനറി സാധനം ഇടയ്ക്കിടയ്ക്ക് മേടിക്കണം, അതും എടുക്കാം. സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ ചെലവുകൾ, അത് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും, അതും എടുക്കാം. അപ്പൊ ഇത്ര ഐറ്റംസ് ഇവിടെ 1 by 1 ആയിട്ട് എടുത്തത് കണ്ടോ.
സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി, ടാക്സ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സൺട്രി എക്സ്പെൻസ്. ഇനി അടുത്ത ഐറ്റം നോക്കി, ബുക്സ് പർച്ചേസ്ഡ്, ബുക്ക് പർച്ചേസ് ചെയ്തു. ഈ ലൈബ്രറിക്ക് വേണ്ടിയാണ് ബുക്ക് പർച്ചേസ് ചെയ്യുന്നത്. ലൈബ്രറിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ബുക്ക് നമ്മൾ സ്കൂൾ ബുക്ക് മേടിക്കുന്ന പോലെ ഒരു കൊല്ലത്തേക്കല്ല ലൈബ്രറിക്ക് ബുക്ക് പർച്ചേസ് ചെയ്യുന്നത്. ലൈബ്രറിയിൽ ഒരു ബുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറെ കൊല്ലം ബുക്ക് അവിടെ ഇരിക്കും. അപ്പൊ ബുക്ക് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് അസറ്റ് അല്ലേ? അപ്പൊ ഫിക്സ്ഡ് അസറ്റ് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന എല്ലാം ക്യാപിറ്റൽ ഐറ്റം ആണ്. അത് ഒരിക്കലും റവന്യൂ ഐറ്റം അല്ല. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അത് റവന്യൂ ഐറ്റം അല്ല, വല്ലപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ്. ഗവൺമെന്റ് ബോണ്ട് പർച്ചേസ്ഡ്, ഗവൺമെന്റിന്റെ ബോണ്ടുകളൊക്കെ പർച്ചേസ് ചെയ്തു. അതും ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യാറുള്ളൂ, സ്ഥിരം പർച്ചേസ് ചെയ്യാറില്ല. അപ്പൊ അതും എടുക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ബോണ്ട് പർച്ചേസ്ഡ് എടുക്കാൻ പറ്റില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, ബാങ്കിൽ കൊണ്ടുപോയി FD ഇട്ടു പൈസ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കുറെ പൈസ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു. അത് നമ്മൾ എപ്പോഴും ഇടില്ല, വല്ലപ്പോഴും കുറെ പൈസ അധികം കയ്യിൽ വരുമ്പോൾ മാത്രമേ കൊണ്ട് ഇടാറുള്ളൂ. അപ്പൊ ഈ 3 ഐറ്റം എന്ത് ചെയ്യണ്ട, എടുക്കണ്ട. ഇത് 3ഉം റവന്യൂ ഐറ്റംസ് അല്ല, ആവർത്തിച്ചുണ്ടാകുന്ന ഐറ്റംസ് അല്ല. അപ്പൊ ഇത്ര ഐറ്റംസ് മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2 സൈഡ് ഉണ്ടല്ലോ. ഏതൊക്കെ സൈഡാ? ഇൻകവും എക്സ്പെൻഡിച്ചറും, ശരിയല്ലേ? ഇതിൽ ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും. ഞാൻ പ്ലസ് മൈനസ് ഇട്ട് കാണിച്ചതേ ഉള്ളൂ. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും, അതായത് നിങ്ങളുടെ ഇൻകം കൂടുതൽ, വരുമാനം കുറവ്, എക്സ്പെൻഡിച്ചർ കുറവ്. വരുമാനം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും. അപ്പൊ വരുമാനം കൂടുതൽ എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ ഉദാഹരണം നോക്കി, 5000 രൂപയുടെ വരുമാനം ഉണ്ട്, ആകെ 3000 രൂപയുടെ എക്സ്പെൻഡിച്ചർ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മിച്ചം പൈസ ഉണ്ടല്ലോ. എത്ര രൂപയുണ്ട്? 2000 രൂപ മിച്ചമുണ്ട്. ഈ മിച്ചം വരുന്ന 2000 രൂപ വിളിക്കുന്ന പേരാണ് സർപ്ലസ്. ഉണ്ടോ? സർപ്ലസ്. അതായത് നമ്മളൊരു P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്നൊരു സാധനം കിട്ടില്ലേ? ഈ പ്രോഫിറ്റിന് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വിളിക്കുന്ന പേരാണ് സർപ്ലസ്. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് എന്ന് വിളിക്കരുത്, അതിന് എന്തെന്നേ വിളിക്കാവൂ? സർപ്ലസ്. ഒരു P&L അക്കൗണ്ട് ഒരിക്കൽ നമുക്ക് എങ്ങനെയാ പ്രോഫിറ്റ് കിട്ടുന്നത്? ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവായിട്ട് വരുമ്പോഴല്ലേ പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻകം കൂടുതൽ എക്സ്പെൻസ് കുറവാണെങ്കിൽ നമ്മൾ അതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കും. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സർപ്ലസ്. ഇനി തിരിച്ച് വേറൊരു കേസ് നോക്കാം. ഇപ്പൊ നമ്മുടെ ഇൻകം 3000 രൂപ, തിരിച്ച് എക്സ്പെൻഡിച്ചർ 5000 രൂപ. ഓക്കെ, 3000 രൂപയുടെ വരുമാനമേ ഉള്ളൂ, 5000 രൂപയുടെ ചെലവുണ്ട്. അപ്പൊ മൈനസ് 2000 രൂപ നഷ്ടമല്ലേ? ശരിയല്ലേ? എങ്കിൽ ഈ 2000നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് അതായത് ഒരു ട്രേഡിംഗ് കൺസേൺസിൽ നമ്മൾ ലോസ് എന്ന് വിളിക്കുന്ന സാധനം. അപ്പൊ ട്രേഡിംഗ് കൺസേൺ ലോസ് എന്ന് വിളിക്കുന്ന എമൗണ്ടിന് നോൺ ട്രേഡിംഗ് പ്രോഫിറ്റ്, നോൺ ട്രേഡിംഗ് ബിസിനസ് നടത്തുന്ന ആൾക്കാർ വിളിക്കുന്ന പേരാണ് ഡെഫിസിറ്റ്. ഉണ്ടോ? അപ്പൊ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ അവരതിനെ എന്തെന്ന് വിളിക്കും? സർപ്ലസ്. അതേസമയം എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവാണെങ്കിൽ അവരതിനെ എന്തെന്ന് വിളിക്കും? ഡെഫിസിറ്റ്. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ബാലൻസ് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അതാണ് അവരെ പ്രോഫിറ്റും ലോസും. അവരെ പ്രോഫിറ്റും ലോസും ആണ് ഈ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. എങ്കിൽ ഇവിടെ നോക്കി ഏത് സൈഡായിരിക്കും കൂടുതൽ വരിക? ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡില് കുറെ എമൗണ്ട് ഉണ്ട്, ഇൻകം സൈഡിലും കുറെ എമൗണ്ട് ഉണ്ട്. അപ്പൊ ഇതിൽ ആക്ച്വലി ഇപ്പോ ഈ ഇൻകം സൈഡിലെ എമൗണ്ട് ആണ് കൂടുതൽ. അതാണ് 2 സൈഡും 27000 എഴുതിയേക്കുന്നത്. ഈ സൈഡാണ് ഡിഫറൻസ്. ഉണ്ടോ? ഈ എമൗണ്ട് ആണ് ഡിഫറൻസ് വന്ന എമൗണ്ട്. അപ്പൊ ഇൻകം സൈഡ് അല്ലേ കൂടുതൽ, എക്സ്പെൻസ് സൈഡ് കുറവല്ലേ? ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സർപ്ലസ് എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ അവർ ആ എമൗണ്ടിന് എന്ത് വിളിച്ചു? സർപ്ലസ്. എന്താ? സർപ്ലസ്. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇൻകം എക്സ്പെൻഡിച്ചറിനെക്കാളും കൂടുതൽ, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, അതിന്റെ പേര് സർപ്ലസ്. ഇപ്പൊ ഇവിടെയാണ് ഡിഫറൻസ് വന്നിരുന്നെങ്കിൽ അവർ ആ ഡിഫറൻസിന് എന്തെന്ന് എഴുതിയേനെ? ഇവിടെയാണ് ഡിഫറൻസ് വന്നിരുന്നെങ്കിൽ അതിനെ ഡെഫിസിറ്റ് എന്ന് എഴുതിയത്. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എടുക്കാൻ പാടില്ല. പിന്നെ റിസീപ്റ്റ് സൈഡിൽ നിന്ന്
റവന്യൂ റിസീപ്റ്റുകൾ മാത്രം 1 by 1 ആയിട്ട് ഇൻകം സൈഡ് എഴുതണം. ഇപ്പുറത്തുള്ള റവന്യൂ പേയ്മെന്റുകൾ മാത്രം 1 by 1 ആയിട്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുക. എന്നിട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഫോളോയിങ് ഇസ് ദി റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ടാഗോർ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018. അപ്പൊ 31st March 2018 ടാഗോർ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ആഫ്റ്റർ ദി ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ്, താഴെ പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ? പ്രിപ്പയർ ചെയ്യാൻ. ഇനി നോക്കാം നമുക്ക്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യം ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇവിടെ വരയ്ക്കാം. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ചിട്ട് ഈ റിസീപ്റ്റും പേയ്മെന്റിൽ നിന്ന് ഓരോരോ ഐറ്റംസ് നമുക്ക് ഇതിലേക്ക് എഴുതണം. അപ്പോൾ ഹെഡിങ് എഴുതി പെർട്ടിക്കുലേഴ്സ്. പെർട്ടിക്കുലേഴ്സ് അല്ല ഇവിടെ വരേണ്ടത് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ഇവിടെ ഇൻകം. ബാക്കി കോളംസ് ഒക്കെ നമുക്ക് അവിടെ കൊടുക്കാം. നമ്മളിപ്പോൾ എക്സലിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ല നിങ്ങൾ ഇത് മാനുവലി ഇത് വരയ്ക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ആയിക്കോളും. നോക്കിയോ, ആദ്യം റിസീപ്റ്റ് സൈഡിലേക്ക് വരാം. നമുക്ക് റിസീപ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റിസീപ്റ്റ് സൈഡിൽ നിന്ന് റവന്യൂ ഐറ്റംസ് മാത്രമേ ഇങ്ങോട്ട് എഴുതാവൂ. നോൺ റവന്യൂ ഐറ്റംസ് ഒരിക്കലും എഴുതരുത്. അത് മാത്രമല്ല ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒരു കാരണവശാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൊണ്ടുവരാനേ പാടില്ല. ഈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, അത് നമുക്ക് എടുക്കണ്ട. ഈ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഈ കിടക്കുന്ന എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ആണ്, ഇതും എടുക്കണ്ട. അപ്പൊ ഈ എമൗണ്ടും എടുക്കണ്ട, ഈ എമൗണ്ടും എടുക്കണ്ട. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിൽ നോക്കി റിസീപ്റ്റിൽ നിന്ന് റവന്യൂ നേച്ചറുള്ള ആവർത്തിച്ച് കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഇൻകം സൈഡിൽ 1 by 1 ആയിട്ട് എഴുതാം. ഇനി ഒന്നാമത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ ആണ് 21,500. സബ്സ്ക്രിപ്ഷൻ റെക്കറിംഗ് നേച്ചറുള്ള റവന്യൂ ഐറ്റം ആണ്. അപ്പൊ ഇൻകം സൈഡിൽ എഴുതേണ്ട ഒന്നാമത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ. ഇൻകം സൈഡിൽ എഴുതേണ്ട ഫസ്റ്റ് ഐറ്റം സബ്സ്ക്രിപ്ഷൻ. ഇനി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എഴുതുമ്പോൾ ഈ എമൗണ്ട് എടുത്ത് എഴുതുന്നതിന് മുൻപ് അഡ്ജസ്റ്റ്മെന്റിൽ നോക്കണം. അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഡ്ജസ്റ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ സ്റ്റിൽ ടു ബി റിസീവ്ഡ് ₹500. സബ്സ്ക്രിപ്ഷൻ സ്റ്റിൽ ടു ബി റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഇനി കിട്ടാനുള്ളത്, സബ്സ്ക്രിപ്ഷൻ ഇനി എത്ര കിട്ടാനുണ്ടെന്ന്? 500 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. സബ്സ്ക്രിപ്ഷൻ സ്റ്റിൽ ടു ബി റിസീവ്ഡ് 500 രൂപ കിട്ടാനുണ്ട്. എങ്കിൽ ആ 500ന്റെ പേരാണ്, എന്താണ് 500ന്റെ പേര്? ഔട്ട്സ്റ്റാൻഡിങ്. കിട്ടാനുണ്ട് ഉണ്ടോ? പിന്നെ പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഇൻക്ലൂഡ് ₹800 ഫോർ ദ ഇയർ 18-19. ഇവിടെ പറഞ്ഞിരിക്കുന്ന വർഷം ഏതാ? മുകളിൽ പറഞ്ഞിരിക്കുന്നത് 18, താഴെ പറഞ്ഞിരിക്കുന്നു 18-19. അപ്പൊ അടുത്ത വർഷം. അപ്പൊ ഈ സബ്സ്ക്രിപ്ഷനകത്ത് ഒരു 800 രൂപ അടുത്ത വർഷത്തെ എമൗണ്ട് ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഈ സബ്സ്ക്രിപ്ഷന്റെ കൂടെ ഇനി ഒരു 500 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്, അത് ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ അകത്ത് ഒരു 800 രൂപ അടുത്ത കൊല്ലത്തെ എമൗണ്ട് ആണ്. കണ്ടോ? അപ്പൊ നോക്കി, കിട്ടാനുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആഡ് ചെയ്യാറുണ്ട് സബ്സ്ക്രിപ്ഷന്റെ കൂടെ. ഇത് റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അപ്പൊ ഈ 500 ആഡ് ചെയ്യണം, ഈ 800 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. നമുക്ക് സൈഡിൽ ഒരു ചെറിയൊരു വർക്കിംഗ് നോട്ട് എഴുതാം. വർക്കിംഗ് നോട്ടിന്റെ ഹെഡിങ് ഇതാണ്: കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ. ആദ്യത്തെ ഐറ്റം ഏതാ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ അല്ലെ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. എത്രയാ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ? 21,500. 21,500. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 500. 500 രൂപ കിട്ടാനുണ്ട്. അപ്പൊ ഇത്രയായി 22,000. അതിൽ നിന്ന് ലെസ് ക്ലോസിംഗ് മുൻകൂട്ടി കിട്ടിയത്
റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എത്രയാ അടുത്ത കൊല്ലത്തെ എമൗണ്ട് കിട്ടിയത്? 800 അല്ലേ? 800 കുറച്ച് വരുമ്പോൾ എത്ര വരും? 21,200. അപ്പൊ അടുത്ത കൊല്ലത്തെ എമൗണ്ട് 21,200. അപ്പൊ ഇവിടെ നമുക്കിനി എമൗണ്ട് എഴുതണം 21,200. 21,200 സബ്സ്ക്രിപ്ഷൻ എഴുതി. അടുത്ത ഐറ്റം ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ലൈഫ് മെമ്പർഷിപ്പ് ഫീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതകാലം മുഴുവനുള്ള പൈസ ഒറ്റയടിക്ക് അയാൾ അടയ്ക്കുന്ന പൈസയെ വിളിക്കുന്ന പേരാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. അത് എപ്പോഴും കിട്ടുന്ന എമൗണ്ട് അല്ല, വല്ലപ്പോഴും കിട്ടുന്ന എമൗണ്ട് ആണ്. അത് ഒരിക്കലും റവന്യൂ ഐറ്റം അല്ല, ക്യാപിറ്റൽ ഐറ്റം ആണ്. നമുക്ക് റവന്യൂ ഐറ്റംസ് മാത്രം ഇങ്ങോട്ട് എടുത്താൽ മതി. ഇനി ഡൊണേഷൻ, നമ്മൾ പറഞ്ഞു വെറും ഡൊണേഷൻ എന്നാണ് തരുന്നതെങ്കിൽ അത് റവന്യൂ ഐറ്റംസ് ആണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? കാണിക്കണം. അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഡൊണേഷന്റെ എമൗണ്ട് 12,500. അപ്പൊ അടുത്ത ഐറ്റം എഴുതാം ഡൊണേഷൻ 12,500. ഇനി ഏതായിട്ടും ഉള്ളത് ഗവൺമെന്റ് ഗ്രാന്റ്. ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്നത് എന്തെങ്കിലും പ്രത്യേകതരം പ്രോഗ്രാം എല്ലാം വരുമ്പോഴാണ്. അതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്ന എമൗണ്ട് ഒരിക്കലും നമുക്ക് റവന്യൂ ഐറ്റമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് ആവർത്തിച്ച് കിട്ടുന്നതല്ല, വല്ലപ്പോഴും കിട്ടുന്നതാണ്. അടുത്ത സൺട്രി റിസിപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ വരുമാനം എല്ലായ്പ്പോഴും കിട്ടുന്ന പൈസയാണ്. അത് 1,150 രൂപയുണ്ട്. അത് നമുക്ക് 1,150 ഇൻകം സൈഡിൽ എഴുതാം. കണ്ടോ? അപ്പോൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് വരാം. എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ഐറ്റം റെന്റ് ആണ്. റെന്റ് നമ്മൾ ആവർത്തിച്ച് കൊടുക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ റെന്റിന്റെ എമൗണ്ട് എഴുതണം 6,000. അടുത്ത ഐറ്റം ഇലക്ട്രിസിറ്റി ചാർജസ്. അത് നമ്മൾ ആവർത്തിച്ച് കൊടുക്കേണ്ട ഒരു ഐറ്റം ആണ്. അപ്പൊ അതെടുക്കാം. അടുത്തത് ഇലക്ട്രിസിറ്റി ചാർജസിന്റെ എമൗണ്ട് 4,800. 4,800. അടുത്ത ഐറ്റം ലെക്ചറേഴ്സ് ഫീ ആണ്. ലെക്ചറേഴ്സ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലാസ് എടുക്കാൻ വരുന്ന ലെക്ചേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ ടോപ്പിക്കുകളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർക്ക് ക്ലാസ് എടുക്കാൻ വരും, സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പൊ അതിന്റെ എല്ലാം ഫീസ് കൊടുക്കണം. അതാണ് ലെക്ചേഴ്സ് ഫീ. അത് ആവർത്തിച്ചുണ്ടാകുന്ന എക്സ്പെൻസ് ആണ്, അത് കൊടുക്കാം. ഓഫീസ് എക്സ്പെൻസ് എന്തായാലും ഓഫീസ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഓഫീസിൽ ചെലവുകൾ ഉണ്ടാവും. അതും ആവർത്തിച്ചുണ്ടാകുന്ന എക്സ്പെൻസ് ആണ്. അപ്പൊ അത് കൊടുക്കാം. അതിന്റെ എമൗണ്ട് 1,350. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്തായാലും ഫോട്ടോ കോപ്പിയും സ്റ്റേഷനറി പേന പെൻസിൽ പോലെ സാധനങ്ങളൊക്കെ സ്ഥിരം തീരുമ്പോൾ മേടിക്കേണ്ടി വരും. അപ്പൊ അതും എടുക്കാം 850. അടുത്ത ഐറ്റം ബുക്സ് ആണ്. ബുക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ലോങ് ടേം പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ ബുക്ക് പർച്ചേസ് ചെയ്യുക മീൻസ് ഫിക്സഡ് അസറ്റ് ആണ്. ബുക്ക് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതൊന്നും നമ്മുടെ റവന്യൂ പേയ്മെന്റുകളല്ല. കാരണം അത് ആവർത്തിച്ചുണ്ടാകുന്നതല്ല, വല്ലപ്പോഴും ഉണ്ടാകുന്നതാണ്. ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്, അതെടുക്കാൻ പറ്റില്ല. ഫർണിച്ചർ പർച്ചേസ്ഡ് വീണ്ടും ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്താൽ അതെല്ലാം റവന്യൂ നേച്ചർ അല്ല, ക്യാപിറ്റൽ നേച്ചറുള്ള ഐറ്റം ആണ്, അതും എടുക്കാൻ പറ്റില്ല. പിന്നെ ക്ലോസിംഗ് ബാലൻസ് എന്തായാലും നമ്മൾ എന്ത് ചെയ്യില്ല, എടുക്കില്ല. അപ്പൊ ഇത്ര ഐറ്റംസ് ഇതിൽ നിന്ന് ഇങ്ങോട്ട് എഴുതി. ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് വന്നിട്ട് ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. അഡ്ജസ്റ്റ്മെന്റിലേക്ക് വന്നാൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എടുത്തു, കാൽക്കുലേഷൻ ചെയ്തു. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാം. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ, വർഷത്തിന്റെ തുടക്കം, ലൈബ്രറി ഹാസ് ബിൽഡിംഗ്. ലൈബ്രറിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ വില എത്രയാണ്? 50,000 രൂപ. വർഷത്തിന്റെ തുടക്കം 50,000 രൂപയുടെ ബിൽഡിംഗ് ഈ ലൈബ്രറിക്ക് ഉണ്ട്. ഫർണിച്ചർ 13,000 രൂപ. 13,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്. ബുക്സ് 17,500. 17,500ന്റെ ബുക്സ് ഉണ്ട്. പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ. എന്ത് കൊടുക്കണം? ഡിപ്രീസിയേഷൻ കൊടുക്കണം. എത്ര ശതമാനം? 10% ഓൺ ഫർണിച്ചർ. ഫർണിച്ചറിന് 10%. ഫർണിച്ചറിന്റെ എമൗണ്ട് എത്ര? 13,000. അതിന്റെ 10%. പിന്നെ 5% ഓൺ ബിൽഡിങ്സ് ആൻഡ് ബുക്ക്. ബിൽഡിങ്ങിനും ബുക്കിനും എത്ര പെർസെന്റ്? 5%. ബിൽഡിങ്ങിന്റെ എമൗണ്ട് 50,000, അതിന് 5% ഡിപ്രീസിയേഷൻ കൊടുക്കണം. ബുക്കിന്റെ എമൗണ്ട് 17,500, അതിന് 5% ഡിപ്രീസിയേഷൻ കൊടുക്കണം. കഴിഞ്ഞ പോലെ നിങ്ങൾ P&L അക്കൗണ്ട് പഠിച്ചിട്ടുണ്ടാവും. P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്നൊരു ഐറ്റം എഴുതും. ആ P&L അക്കൗണ്ടിന് പകരമുള്ള അക്കൗണ്ടാണ് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എങ്കിൽ അവിടെ നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എഴുതിയതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിൽ എന്ത് എഴുതണം? ഡിപ്രീസിയേഷൻ എഴുതിയേ പറ്റൂ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ട ഏതൊക്കെ അസറ്റുകൾക്കാ? ബിൽഡിംഗ്, ഫർണിച്ചർ, ബുക്ക്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എഴുതി കണ്ടുപിടിക്കാം. ആദ്യം ബിൽഡിംഗ് ഒരു അണ്ടർലൈൻ ചെയ്യാം. ബിൽഡിങ്ങിന്റെ എമൗണ്ട് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 50,000. 50,000 രൂപ ഇൻറ്റു എത്ര ശതമാനം? ബിൽഡിങ്ങിന് 5% ഓൺ ബിൽഡിംഗ് ആൻഡ് ബുക്ക് എന്നല്ലേ പറഞ്ഞത്? 50,000ന്റെ 5%. 50,000ത്തിന് 5% എത്ര വരും? 50,000 ഇൻറ്റു 5/100, 2,500.
ബിൽഡിങ്ങിന്റെ ആയി. ഇനി അടുത്ത സെറ്റ് ഏതാ? ഫേർണിച്ചർ. ഫേർണിച്ചർ അണ്ടർലൈൻ ചെയ്തു. ഫേർണിച്ചറിന്റെ എമൗണ്ട് എത്ര? 13,000. 13,000 ഇൻറ്റു അതിനും എത്ര പെർസെന്റേജ്? ഫേർണിച്ചറിന് 10% ഓൺ ഫേർണിച്ചർ ഇൻറ്റു 10%. 13,000ത്തിന് 10% എത്ര വരും? 1,300. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ഈ ഫേർണിച്ചർ നമ്മുടെ കയ്യിൽ വർഷത്തിന്റെ തുടക്കം ഉണ്ടായിരുന്ന ഈ ഫേർണിച്ചറിന് നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ഇനി ഇടയ്ക്ക് വെച്ച് വല്ല ഫർണിച്ചർ മേടിച്ചിട്ടുണ്ടോ എന്ന് കൂടെ നോക്കണം. ഇതാ നോക്കി, ഫേർണിച്ചർ പർച്ചേസ്ഡ് എന്നൊരു ഐറ്റം കിടക്കുന്നുണ്ടോ? ഫേർണിച്ചർ പർച്ചേസ്ഡ് എത്ര? 12,000. ശരിയല്ല, അപ്പൊ അതിന് ഡിപ്രീസിയേഷൻ കൊടുക്കണ്ടേ? ഈ വർഷം മേടിച്ച ഫർണിച്ചർ അത്, അപ്പൊ അതിന് ഡിപ്രീസിയേഷൻ കൊടുക്കണം. ഇനി അതിന് ഡിപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ അത് എന്നാണോ മേടിച്ചത് അന്നോട്ടുള്ള ഡിപ്രീസിയേഷൻ കൊടുത്താൽ മതി. കണ്ട, അതെന്നാ മേടിച്ചത്? 1/10. നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എന്നാ? 31 മാർച്ചിന്. അപ്പൊ 31 മാർച്ചിനാണ് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. 1/10 അസറ്റ് മേടിച്ചത്. അപ്പൊ എത്ര മാസം ഉണ്ടെന്ന് നോക്കിയേ? 10, 11, 12, 1, 2, 3, 6 മാസം. ശരിയല്ലേ? 10, 11, 12, 1, 2, 3, 6 മാസത്തെ ഡിപ്രീസിയേഷൻ കൊടുക്കണം. അപ്പൊ ഈ 12,000 രൂപയ്ക്ക് ഒരു 6 മാസത്തെ ഡിപ്രീസിയേഷൻ കൂടി കണ്ടുപിടിക്കണം. അതായത് പുതിയ ഫേർണിച്ചർ. അപ്പൊ അതും ഇവിടെ എഴുതേണ്ടി വരും. 12,000 രൂപയ്ക്ക് 10% അല്ലേ ഡിപ്രീസിയേഷൻ, ഇൻറ്റു 6/12, 6 മാസത്തേക്ക്. 12,000 ഇൻറ്റു 10% ഇൻറ്റു 6/12, അപ്പൊ ഒരു 600 വരും. അത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഏതാ? ബുക്കിന്റെ ഡിപ്രീസിയേഷൻ. ബുക്കിന്റെ വാല്യൂ എത്രയാ? 17,500. അത് ഇതേപോലെ 17,500 ഇൻറ്റു അതിന്റെ ഡിപ്രീസിയേഷന്റെ റേറ്റ് എത്രയാ? 5%. 17,500ന്റെ 5% എത്ര വരും? 815. ഇനി ബുക്കും മേടിക്കുന്നുണ്ട്. കണ്ടോ, 1/12 ബുക്ക് മേടിക്കുന്നു 15,000. അപ്പൊ ഈ ബുക്കിനും കൂടെ ഡിപ്രീസിയേഷൻ കൊടുക്കണം. അപ്പൊ 1/12 തൊട്ടുള്ള ഡിപ്രീസിയേഷൻ മതി. 1/12 ആകുമ്പോൾ 12, പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 4 മാസം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. മറ്റേത് ഒക്ടോബർ തൊട്ടേ കൂട്ടേണ്ടി വരും. ഒക്ടോബറിനാണ് മറ്റേ സെറ്റ് മേടിച്ചു 1/10 തൊട്ട്. ഇത് മേടിച്ച വില എത്രയാ? 15,000 രൂപയുടെ 15,000 രൂപയുടെ ബുക്സ് അല്ലേ മേടിച്ചത്. 17 15,000 ഇൻറ്റു 5% ആണ് ഡിപ്രീസിയേഷൻ, ഇൻറ്റു എത്ര മാസത്തേക്ക്? 4/12, 4 മാസത്തേക്ക്. അപ്പൊ 15,000 ഇൻറ്റു 5/100 ഇൻറ്റു 4/12. കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കണം, കറക്റ്റ് ഒരു ആൻസർ കിട്ടും, 250. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ കിട്ടും. ഇതെല്ലാത്തിന്റെയും ടോട്ടൽ എത്ര വരും? 2,500, 1,300, 600, 815, 250. എല്ലാത്തിന്റെയും ടോട്ടൽ 5,525. 5,525 നിങ്ങളുടെ ഡിപ്രീസിയേഷൻ. ഉണ്ടോ? അപ്പൊ 5,525 നിങ്ങളുടെ ഡിപ്രീസിയേഷൻ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാം ഡിപ്രീസിയേഷൻ. എമൗണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 5,525. ഇനി നമുക്ക് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ഒരു 34,850 വരും. ഇവിടെ കുറവാണ്, ഇവിടെ 20 സംതിങ്ങേ ഉള്ളൂ. അപ്പൊ ഈ എമൗണ്ട് ആണ് രണ്ട് സൈഡും എഴുതേണ്ടത്. 34,850. രണ്ട് സൈഡും 34,850. അപ്പൊ ഇവിടെ ഡിഫറൻസ് വന്നു. ആ ഡിഫറൻസ് വന്ന എമൗണ്ടിന് 14,325 ഡിഫറൻസ് വന്നത്. ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? സർപ്ലസ്. കാരണം ഇൻകം സൈഡ് അല്ലേ കൂടുതൽ. അപ്പൊ ഇൻകം സൈഡ് കൂടുതലായതുകൊണ്ട് ആ ഡിഫറൻസ് വന്ന എമൗണ്ട് നമ്മൾ എന്തെന്ന് എഴുതി? സർപ്ലസ് എന്ന് എഴുതി. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്.